യെസ്, അപ്പൊ നമുക്ക് ആരംഭിക്കാം. നമ്മുടെ 4-ാം പഞ്ചവത്സര പദ്ധതിയാണ്. 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്താ നോക്കുക അല്ലെ? വർഷം നോക്കാതെ തന്നെ 1969 മുതൽ 1974 വരെയാണ് 4-ാം പഞ്ചവത്സര പദ്ധതി നമ്മൾ നടപ്പിലാക്കിയത്. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു ചോദിച്ചാൽ, സ്ഥിരതയോട് കൂടിയ വളർച്ച, സ്വാശ്രയത്വത്തിലൂടെ പുരോഗമനപരമായ നേട്ടം. നമ്മൾ 1-ാം പദ്ധതിയിൽ നമ്മൾ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തു. 2-ാം മേഖലയിൽ വ്യവസായ മേഖലയ്ക്ക് വ്യവസായത്തിന് പ്രാധാന്യം കൊടുത്തു. 3-ാം മേഖലയിൽ നമ്മൾ എന്താ കൊടുത്തത്? നമ്മൾ ഇതിന്റെ സ്വാശ്രയത്വം അല്ലെ, സ്വാശ്രയത്വം വളർച്ചയ്ക്കൊക്കെ നമ്മൾ 3-ാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ് കണ്ടല്ലേ? സമ്പദ്ഘടനയുടെ സ്വാശ്രയം, സ്വയം പര്യാപ്തത. 4-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വീണ്ടും നമ്മൾ സ്ഥിരതയോടുകൂടിയ വളർച്ച. നമ്മുടെ വളർച്ച എപ്പോഴും നമ്മൾ ഇങ്ങനെ പോണം, അല്ലെങ്കിൽ സ്ഥിരത വേണം. ഇത് ഇങ്ങനെ താഴ്ത്തിക്ക് പോരുത് അല്ലെ, നേരെ അല്ലെങ്കിൽ മുകളിലോട്ട് പോകണം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ 4-ാം പഞ്ചവത്സര പദ്ധതിയിൽ ലക്ഷ്യം ആക്കി. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പദ്ധതിയാണ് ദുർബല വിഭാഗങ്ങൾ, വീക്കർ സെക്ഷൻസ്. അപ്പൊ അവർക്ക് ഒരു പ്രാധാന്യം കൊടുത്ത പഞ്ചവത്സര പദ്ധതിയാണ് 4-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഇനി 4-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നമ്മൾ നടപ്പിലാക്കിയതാണ് ഗാഡ്ഗിൽ മോഡൽ അല്ലെ. ഗാഡ്ഗിൽ മോഡൽ എന്ന് പറയുന്നത് 4-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വന്നതാണ്. പക്ഷെ PSCയുടെ ഉത്തരസൂചിക പ്രകാരം ഗാഡ്ഗിൽ മോഡൽ യോജന നടപ്പിലാക്കിയത് 3-ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ യുക്തി അനുസരിച്ച് നമ്മൾ ഉത്തരം എഴുതണം. നമ്മൾ 1-ാം പദ്ധതി ഹരോഡ് ഡോമർ ആണെന്ന് പറഞ്ഞു. 2-ാം പദ്ധതി നമ്മൾ എന്താ പറഞ്ഞേ? 2-ാം പദ്ധതി മഹലനോവിസ് മോഡൽ പ്രധാനമായിട്ട് ചോദിക്കുന്നതാണ്. 4-ാം പദ്ധതി ഇപ്പൊ എന്താണ്? ഗാഡ്ഗിൽ മോഡലാണ്. ഓക്കെ, ഇതിന് നമ്മൾ അലൻ എസ് മാൻ ആൻഡ് അശോക് രുദ്ര മോഡൽ എന്ന് പറയുന്നുണ്ട്. അതിപ്പോ നമ്മളങ്ങനെ നോക്കിക്കോണം നിർബന്ധമില്ല, ഞാൻ അതിന്റെ കൂടെ കൊടുത്തുന്നുള്ളൂ. ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊന്നാണ് കുടുംബാസൂത്രണ പരിപാടികൾ നടപ്പിലാക്കുക. നമ്മൾ 1-ാം പദ്ധതി പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞു, 1952 ഫസ്റ്റ് പരിപാടിയായിരുന്നു ഫാമിലി പ്ലാനിങ്, കുടുംബാസൂത്രണ പരിപാടികൾ. ജനസംഖ്യ കുറയ്ക്കുക, ആളുകൾക്ക് വാസക്ടോമി, അങ്ങനെയുള്ള വന്ധ്യീകരണ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ്. അതിന് പ്രസവം നിർത്തലും അത് പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും ഒക്കെ നടപ്പിലാക്കുക. അപ്പൊ ഇത് 4-ാം പദ്ധതിയിൽ വീണ്ടും നടപ്പിലാക്കി എന്നുള്ളതാണ്. പക്ഷെ ഈ പദ്ധതി നമുക്ക് വിചാരിച്ചത്ര ഒരു വളർച്ച നേടാൻ കഴിഞ്ഞില്ല. ബിക്കോസ് 1971 ഇന്തോ പാക് യുദ്ധം വന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം വന്നു. ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം വന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഈ ഇന്ത്യയും പാകിസ്ഥാനിൽ യുദ്ധം നടന്നപ്പോ എങ്ങനെയാണ് പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആൾക്കാർ വന്നേ? അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ? അല്ല, പാകിസ്ഥാനിൽ നിന്നല്ല, ബംഗ്ലാദേശിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നു. അതെന്താ കഥ? ഇതൊരു ഇന്ത്യയാണ് കേട്ടോ, ഇന്ത്യയാണെന്ന് സങ്കല്പിക്കണം. നമ്മുടെ ഇന്ത്യ വിഭജിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് സൂക്ഷിച്ചു നോക്കാം, സ്ക്രീനിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. ഇത് നമ്മുടെ പാകിസ്ഥാനാണ്. ഇവിടെ നമുക്ക് പാകിസ്ഥാനാണ് പറഞ്ഞേ അല്ലേ. അപ്പൊ ഈ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഉൾക്കൊണ്ടാണ് പാകിസ്ഥാൻ വന്നത്. അപ്പൊ ഇത് നമ്മൾ വെസ്റ്റ് പാകിസ്ഥാൻ അറിയപ്പെട്ടു. നമ്മുടെ ഇവിടെ പിന്നെയും കുറെ മുസ്ലിങ്ങളുണ്ട്, പ്രത്യേകിച്ച് ബംഗാളിനോട് ചേർന്ന് കുറെ മുസ്ലിംസ് ഉണ്ടായിരുന്നു. ഇത് ഈസ്റ്റ് പാകിസ്ഥാൻ എന്നറിയപ്പെട്ടു. വെസ്റ്റ് പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാനും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ ഇന്ത്യയുടെ ഈ വെസ്റ്റിൽ കിടക്കുന്ന വെസ്റ്റ് പാകിസ്ഥാനിൽ നടന്ന എന്തെങ്കിലും ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഈസ്റ്റ് പാകിസ്ഥാനിലെ ആളുകളിലേക്ക് എത്തുമോ? ഭരണാധികാരികൾ അവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഓൾറെഡി ഒരേ ലാൻഡ് ഏരിയക്ക് എടുക്കണ ഇന്ത്യക്ക് അകത്ത് തന്നെ ഡൽഹിയിൽ നിന്ന് ഒരു കാര്യം കേരളത്തിൽ എത്തണമെങ്കിലും അല്ലെ, നമുക്ക് ഈ കാര്യങ്ങൾ തെക്ക് വടക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തന്നെ എത്രയോ ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ഈ വെസ്റ്റ് പാകിസ്ഥാൻകാർ അവിടെ കിട്ടുന്ന അത്രയും സൗകര്യങ്ങളൊന്നും ഈസ്റ്റുകാർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഈസ്റ്റ് പാകിസ്ഥാൻകാർ എന്തിനു ചിന്തിച്ചു? ഞങ്ങൾക്ക് സ്വതന്ത്രമാകണം. അങ്ങനെ 1971 നമ്മുടെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോ ബംഗ്ലാദേശ് ലിബറേഷൻ വാർ നടക്കുകയും അങ്ങനെ പാകിസ്ഥാനിൽ നിന്നും, അതായത് വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്നും ഈസ്റ്റ് പാകിസ്ഥാൻ സ്വതന്ത്രമാവുകയും ഒരു സ്വതന്ത്ര രാഷ്ട്രമായ ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെടുകയും ചെയ്തു. ആ യുദ്ധത്തിന്റെ ഫലമായിട്ട് ബംഗ്ലാദേശിൽ നിന്നും ധാരാളമായിട്ട് അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ആളുകൾ വരുമ്പോൾ എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? അവർക്ക് താമസ സ്ഥലം വേണം, അവർക്ക് ഫുഡ് വേണം, അവർ മൂലം കുറെ ഡിസീസസ് പകരം സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവും. നമ്മുടെ പദ്ധതി പരാജയപ്പെടാൻ കാരണമായി. പിന്നെ ഈ യുദ്ധത്തില് നമ്മൾ കുറെ റിസോഴ്സസ് നമ്മൾ അങ്ങോട്ട് ചെലവഴിച്ചു, നമ്മുടെ പണമൊക്കെ ചെലവഴിച്ചു. അപ്പൊ അത് നമുക്കൊരു ക്ഷീണമായിട്ട് മാറി. അതുകൊണ്ട് 4-ാം പഞ്ചവത്സര പദ്ധതി നമുക്കൊരു പരാജയമായിരുന്നു. അപ്പൊ നമ്മുടെ വളർച്ചാ നിരക്ക് നമ്മൾ ലക്ഷ്യമിട്ടത് എത്രയായിരുന്നു? അതായത് നമ്മുടെ ടാർഗറ്റഡ്
ഗ്രോത്ത് എന്ന് പറയുന്നത് 5.7%. നമുക്ക് നേടാൻ കഴിഞ്ഞ വളർച്ച, അതായത് ആക്ച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് 3.3% ആയിരുന്നു. ഓക്കെ, യെസ്. ഇനി ഈ പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ പ്രധാന പ്രവർത്തനങ്ങളാണ് പറയുന്നത്. പ്രധാനമായിട്ടും നമുക്ക് 2 പ്രവർത്തനമാണ്. യുദ്ധമല്ലായിരുന്നേ, പ്രത്യേകിച്ചൊന്നും അധികം ചെയ്യാനൊന്നും നേരം കിട്ടിയില്ല. പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം, അതായത് ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. ഗവൺമെന്റ് ഉടമസ്ഥതയിലായി, അതായത് ഗവൺമെന്റ് ഷെയറുകൾ മെജോറിറ്റി ഷെയറുകളും ഗവൺമെന്റിന്റെ കയ്യിലായി. ബാങ്കുകള് ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വന്നു. 1969 ആദ്യത്തെ ഫസ്റ്റ് ബാങ്ക് നാഷണലൈസേഷൻ നടന്നത്. 1969 അന്ന് എത്ര ബാങ്കുകൾ നമ്മൾ നാഷണലൈസ് ചെയ്തു? 14 ബാങ്ക്സ്. അപ്പൊ 1ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ഏത് പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്തിലാണ് ബാങ്ക് ദേശസാൽക്കരണം നടന്നത് എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി. ഏത് വർഷമാണ് ഒന്നാം ബാങ്ക് ദേശസാൽക്കരണം നടന്നത്? 1969. എത്ര ബാങ്കുകളെ ദേശസാൽക്കരിച്ചു? 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. ഓക്കെ. 1970 നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എന്ത് ചെയ്തു? ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കി. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഏത് പദ്ധതി കാലത്താണ് നടപ്പിലാക്കിയത്, അല്ലെങ്കിൽ ഏത് വർഷത്തിലാണെന്ന് കമന്റ് ചെയ്യൂ. കമന്റ് പ്ലീസ്. നമ്മൾ പഠിച്ചിരുന്നു നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. നമ്മുടെ മലയാളിയായിട്ടുള്ള വർഗീസ് കുര്യനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മൾ രൂപീകൃതമായി. ഒന്ന് കമന്റ് ചെയ്യാമോ പ്ലീസ്? കമന്റ് ചെയ്യാൻ പറഞ്ഞപ്പോ തന്നെ ഒരാൾ എക്സിറ്റ് ആയല്ലോ. ഓക്കെ, ഒന്ന് പറയാമോ? യെസ്, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ 3ാം പദ്ധതിയിൽ 1965 നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഗുജറാത്തില് ആനന്ദില് നടപ്പിലാക്കി, അല്ലെ? ഗുജറാത്തിൽ ആനന്ദില് നടപ്പിലാക്കിയതായിട്ട് നമ്മള് 3ാം പദ്ധതി പഠിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കി. എന്താണ് ഓപ്പറേഷൻ ഫ്ലഡ്? ഇന്ത്യയിലുണ്ടായ വെള്ളപ്പൊക്കം തടയാനുള്ളതായിരുന്നോ? ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് റിലേറ്റഡ് ടു മിൽക്ക് പ്രൊഡക്ഷൻ, അല്ലെ? ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് റിലേറ്റഡ് ടു നമുക്ക് പാലം കൂടെ ഒഴുക്കുക, അല്ലെ? മിൽക്ക് പ്രൊഡക്ഷൻ. അപ്പൊ ഇത് അറിയപ്പെട്ടിരുന്ന പേരെന്താണെന്നറിയോ? മറ്റൊരു പേരെന്താണ്? വൈറ്റ് റെവല്യൂഷൻ, അല്ലെ? വൈറ്റ് റെവല്യൂഷൻ. മലയാളത്തിൽ എന്താ പറഞ്ഞിരുന്നേ? ധവള വിപ്ലവം. ധവള വിപ്ലവം. ഓക്കെ, എന്താണ് ധവള വിപ്ലവം? ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? പറയാമോ? ഡോക്ടർ വർഗീസ് കുര്യൻ, മലയാളി, അല്ലെ? ഡോക്ടർ വർഗീസ് കുര്യൻ. അമുൽ എന്ന ബ്രാൻഡൊക്കെ ഗുജറാത്തിലെ ആനന്ദിൽ നിന്ന് ഉണ്ടായി വരാനായിട്ട് കാരണക്കാരൻ ആരാ? ഡോക്ടർ വർഗീസ് കുര്യൻ, ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ്. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് റിലേറ്റഡ് ടു എന്താണ്? ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മിൽക്ക് പ്രൊഡക്ഷൻ, അല്ലേ? എന്തോ? മിൽക്ക് പ്രൊഡക്ഷൻ ഓക്കെ, മിൽക്ക് പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോ നമുക്ക് 4ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പ്രധാനമായിട്ട് ഈ 2 കാര്യങ്ങളാണ് നടന്നത് കേട്ടാ. 1 ബാങ്ക് ദേശസാൽക്കരണം 1ാം ഘട്ടം, 2 ഓപ്പറേഷൻ ഫ്ലഡ് മിൽക്ക് പ്രൊഡക്ഷൻ, ധവള വിപ്ലവം, നമ്മുടെ ക്ഷീരോത്പാദനം, നമ്മുടെ വൈറ്റ് റെവല്യൂഷൻ അറിയപ്പെടുന്നു. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് മലയാളിയായ ഡോക്ടർ വർഗീസ് കുര്യൻ. അപ്പൊ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ 3ാം പദ്ധതി കാലത്ത് ആരംഭിച്ച ഹരിത വിപ്ലവത്തെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ. പ്ലീസ് കമന്റ്. ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ. നിങ്ങൾക്കൊന്ന് വായിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് തോന്നാനോ ചോദ്യം ചോദിക്കുന്നേട്ടാ. ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് നാളോട്ട് ക്ലാസ്സിൽ കയറാണ്ടിരിക്കരുത്. ഓക്കെ, ആൻമരിയ എം എസ് സ്വാമിനാഥൻ. കറക്റ്റ്, എം എസ് സ്വാമിനാഥൻ. ആരെങ്കിലും ഉത്തരം പറയും, നമുക്ക് പഠിക്കാലോ, അല്ലെ? നമ്മൾ മറന്നു ഇതൊക്കെ പഠിക്കാലോ. യെസ്, അപ്പൊ എനിക്ക് 5ാം പദ്ധതിയിലോട്ട് പോവാം. 5ാം പദ്ധതി അറിയപ്പെട്ടിരുന്നത് ധർ മോഡൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടാ. ധർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ധർ മോഡൽ. ഇതില് നമ്മുടെ ഈ ഒരു ടൈമിൽ എന്താന്ന് വെച്ചാല് എണ്ണ വിലയിൽ ഭയങ്കരമായൊരു വർധനവുണ്ടായി. എണ്ണ വിലയിൽ, അതായത് ഓയിൽ പ്രൈസ് ഹൈക്ക്. പിന്നെ ഗോതമ്പിന്റെ മൊത്ത വ്യാപാരം ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതിലെ പരാജയം. അതായത് നമ്മൾ ഈ ഗ്രീൻ റെവല്യൂഷൻ നടത്തിയപ്പോൾ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഉണ്ടായി, ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഉണ്ടായി. അപ്പൊ ഏറ്റവും കൂടുതൽ ഗോതമ്പാണ് ഹരിത വിപ്ലവത്തിന്റെ സമയത്ത് ഉത്പാദിപ്പിക്കപ്പെട്ടത്.
അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രീൻ റെവല്യൂഷനെ വീറ്റ് റെവല്യൂഷൻ എന്നും പറയും. കാരണം ഗോതമ്പാണ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിച്ചത്. അപ്പൊ ഗവൺമെന്റ് ഇതിന്റെ ഈ മൊത്തത്തിൽ ഈ വ്യാപാരം ഏറ്റെടുക്കുന്നതിൽ പരാജയം ഉണ്ടായി. മനസ്സിലായോ? ഗവൺമെന്റ് ഇത് ഏറ്റെടുത്ത് ഗവൺമെന്റ് സ്റ്റോർ ചെയ്തിട്ട് ഗവൺമെന്റിന്റെ ഏജൻസികൾ വഴി അല്ലെങ്കിൽ നമ്മൾ റേഷൻ കടകൾ പോലെ സംവിധാനങ്ങൾ വഴി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലെ? പക്ഷെ ഗവൺമെന്റിന് അവിടെ ഒരു ഫെയിലിയർ സംഭവിച്ച കാരണം അവിടെ എന്തുണ്ട്, ഇതിന്റെയൊക്കെ വില കൂടി, അല്ലെ? ഇവിടെ പണപ്പെരുപ്പുണ്ടായി. അങ്ങനെയുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണ് 5ാം പദ്ധതി നടപ്പിലായത്. 5ാം പദ്ധതി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണ്? ദാരിദ്ര്യ നിർമാർജനം, സ്വയം പര്യാപ്തത. മസ്റ്റായിട്ട് പഠിക്കണം. 5ാം പദ്ധതി ദാരിദ്ര്യ നിർമാർജനം, സ്വയം പര്യാപ്തത. പിന്നെ ഉയർന്ന വളർച്ചാ നിരക്ക് പ്രോത്സാഹിപ്പിക്കുക, വരുമാനത്തിന്റെ മെച്ചപ്പെട്ട വിതരണം, ആഭ്യന്തര സമ്പാദ്യ നിരക്കിലെ ഗണ്യമായ വളർച്ച തുടങ്ങിയ പ്രധാന ഉപലക്ഷ്യങ്ങളായിരുന്നു. അതൊന്നും നിങ്ങൾ കാര്യമായിട്ട് വായിച്ചു പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ദാരിദ്ര്യ നിർമ്മാർജ്ജനം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. പക്ഷെ ഈ സമയത്ത് എന്തുണ്ടായി? അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഉണ്ടായി. അടിയന്തരാവസ്ഥ ഏത് വർഷമാണ്? നമ്മുടെ ഇന്ത്യയിലെ 3ാമത്തെ അടിയന്തരാവസ്ഥ ഉണ്ടായത് 1975. 1975 അടുത്ത അടിയന്തരാവസ്ഥ ആര്? നമ്മുടെ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു, അല്ലെ? നമ്മൾ 1962 നമ്മൾ പറഞ്ഞു ഇന്തോ ചൈന അല്ലെ യുദ്ധമൊക്കെ വന്ന സമയത്ത് നമുക്ക് ഒരു 5 ഒരു അടിയന്തരാവസ്ഥ ഉണ്ടായി. പിന്നെ 71 നമുക്കൊരു ഒരു അടിയന്തരാവസ്ഥ ഉണ്ടായി. 75 3 ദേശീയ അടിയന്തരാവസ്ഥയാണ് ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? അതറിയാത്ത ആളുകൾ ഉണ്ടാവോ? അതായത് നമ്മുടെ മൗലിക അവകാശങ്ങളൊക്കെ നമുക്ക് റദ്ദ് ചെയ്യപ്പെടും. പിന്നെ ആളുകൾ കൂട്ടം കൂടാൻ പാടില്ല, അല്ലെങ്കിൽ പത്രങ്ങൾക്ക് അവർ എഡിറ്റോറിയൽ പേജിൽ അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല. അങ്ങനെ നമ്മുടെ മൗലിക അവകാശങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഇപ്പൊ നടക്കണ പോലെ ഇപ്പൊ കോവിഡ് വന്നപ്പോ നമുക്ക് മൊത്തം കണ്ടോൺമെന്റ് സോണൊക്കെ ആയിരുന്നു. നമുക്ക് ഇറങ്ങി നടക്കാൻ പാടില്ല, അല്ലെങ്കിൽ കൂട്ടം കൂടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? ഏകദേശം അതിന്റെ ഒരു ഭീകരമായ രൂപമായിരുന്നു അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം നമുക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പൊ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം 75 ഉണ്ടായി. അങ്ങനെ വന്ന 5ാം പഞ്ചവത്സര പദ്ധതി നമുക്ക് നല്ല രീതിയിൽ നടപ്പിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് ഏത് പദ്ധതി? നമ്മുടെ 5ാം പഞ്ചവത്സര പദ്ധതി. 5ാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ 3ാം പദ്ധതിയുടെ സമയത്ത് ഏകദേശം 66, 67 കാലഘട്ടത്തിലാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് മാറുന്നത്. ആള് പിന്നെ ഏകദേശം 1977 വരെ 78 വരെ ആള് തുടർച്ചയായിട്ട് പ്രധാനമന്ത്രി പദത്തിലിരുന്നു. പിന്നെ 78 വരെ ആൾ അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിച്ച് ആള് പിടിച്ചു നിന്നു. പിന്നെ ആൾക്ക് മാറേണ്ടി വന്നു. അത് നമുക്ക് കാണാം. ഇനി 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കപ്പെട്ട പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ദിരാഗാന്ധി 20 ഇന പരിപാടികൾ നടപ്പിലാക്കി. കണ്ടാ, 20 പോയിന്റ് പ്രോഗ്രാം. ഈ കഴിഞ്ഞത് ഇവിടെ ഒരു പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു, ഡിഗ്രി പ്രിലിംസ്. അതിന് വന്ന ചോദ്യം കണ്ടാ, അതിന് ഈ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന ചോദ്യമാണ് 20 ഇന പരിപാടികൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. വർഷം നോക്കൂ, 1975 അല്ലെ? ഇന്ദിരാഗാന്ധി 20 ഇന പരിപാടികൾ 20 പോയിന്റ് പ്രോഗ്രാം നടപ്പിലാക്കി. ഇന്ദിരാഗാന്ധിയുടെ എക്സ്ക്ലൂസീവ് പരിപാടിയാണിത്. ഓക്കെ, അതൊന്നാമത്തെ പ്രവർത്തനം. ഇനി പ്രധാനമായിട്ട് ഇതാ പഠിച്ചു വെച്ചോളൂ. ഗരീബി ഹട്ടാവോ, പോവർട്ടി പോവാ, അല്ലെ? പോവർട്ടി ഒഴിവാക്കാന്നുള്ളതാണ്. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം 5ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 5ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ അപ്പൊ ഓർത്തോളണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പോവർട്ടി ഇറാഡിക്കേഷൻ. ഗരീബി ഹട്ടാവോ ഇന്ദിരാഗാന്ധി. നിങ്ങൾ കുറച്ചാൾ പഠിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരും. 5ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധി, ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നെ ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഈ പദ്ധതി കാലത്താണ്. അതായത് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. കാർഷികോൽപാദനം ലക്ഷ്യമാക്കിയിട്ട് നമ്മള് കമാൻഡ് ഏരിയ വികസന പദ്ധതി ആരംഭിച്ചു. ഈ കാർഷികോൽപാദനം നടക്കണമെങ്കിലേ വെള്ളം വേണ്ടേ? വെള്ളം വേണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഈ കമാൻഡ് ഏരിയകളൊക്കെ പണിത് ജലസേചനത്തിന്റെ മാർഗങ്ങൾ, മെയിൻ നമുക്ക് വെള്ളം പോകുന്ന വലിയ കനാലുകളിൽ നിന്നോ തോടുകളിൽ നിന്നൊക്കെ നമുക്ക് വെള്ളം തിരിച്ച് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തണം. അതിന് എന്ത് വേണം? കമാൻഡ് ഏരിയ വേണം. അപ്പൊ ഈ കമാൻഡ് ഏരിയ വികസന പദ്ധതി 74, 75 ആരംഭിച്ചു. എന്തിനു വേണ്ടി? കൃഷിക്ക് ജലസേചന സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു. ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പൊ ഞാനൊരു കാര്യം പറയാം. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിന് നോട്ട് പഠിച്ചവർക്ക് അവർക്ക് മാത്രം ഒരു സംശയം വരും. അപ്പൊ നമ്മളൊരു നാഷണൽ ഹൈവേ അതോറിറ്റി ആക്ട്, ദേശീയ ഹൈവേ അതോറിറ്റി ആക്ട് പഠിച്ചല്ലോ 1956 2ാം പദ്ധതി കാലത്ത്, അല്ലെ?
അത് ദേശീയപാത അതോറിറ്റി നിയമമാണ്. പക്ഷെ ഇത് നമ്മൾ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചതാണ്. അതായത് ഇത് കറക്റ്റ് പ്രാവർത്തികമാക്കിയൊക്കെ ആരംഭിച്ചത് ഈ പദ്ധതി കാലത്താണ്. ഓക്കെ, പിന്നെ മിനിമം നീഡ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നമ്മൾ ആരംഭിച്ചു. ദെൻ ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായിട്ടുള്ള ആര്യഭട്ട വിക്ഷേപിച്ചു. ഡേറ്റ് നോക്കിക്കോ, 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായിട്ടുള്ള ആര്യഭട്ട നമ്മൾ വിക്ഷേപിച്ചു. 75 ഏപ്രിൽ 19 ഇപ്പൊ 2025 എത്ര വർഷമായി? ആര്യഭട്ട വിക്ഷേപിച്ചിട്ട് എത്ര വർഷമായി പറയൂ? ആര്യഭട്ട വിക്ഷേപിച്ചിട്ട് എത്ര വർഷമായി? രണ്ടായിരത്തി 2025 എത്ര വർഷമായി? എത്രാമത്തെ വാർഷികമായിരുന്നു? 2025 ഏപ്രിൽ 19 ആര്യഭട്ട വിക്ഷേപിച്ചിട്ട് എത്രാമത്തെ വാർഷികമായിരുന്നു? യെസ് അർച്ചന, 50-ാം വാർഷികമായിരുന്നു കേട്ടാ. 50-ാം വാർഷികമായിരുന്നു. വെരി ഗുഡ് നീനു. അപ്പൊ 50-ാം വാർഷികമായിരുന്നു. അപ്പൊ നമ്മള് ആര്യഭട്ട വിക്ഷേപിച്ചതിന് 50-ാം വാർഷികം നമ്മൾ ഈ വർഷം ആഘോഷിച്ചു. ആര്യഭട്ട വിക്ഷേപിച്ചതിന് 50-ാം വാർഷികം ആഘോഷിച്ച വർഷത്തിൽ ഇന്ത്യ എന്ത് ചെയ്തു? ഒരു ഇന്ത്യക്കാരൻ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയി. അത് ആരാണ്? നമ്മുടെ ശുഭാംശു ശുക്ല ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോയി. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ബഹുമതി സ്വന്തമാക്കി നമ്മുടെ ശുഭാംശു ശുക്ല അല്ലെ. അപ്പൊ 50 വർഷങ്ങൾക്കപ്പുറം ഇന്ത്യ അത്രയും നേട്ടമെങ്കിലും ഇന്ത്യ സ്വന്തമായിട്ട് ഇന്ത്യയുടെ ടെക്നോളജി വെച്ചും ഇനി മനുഷ്യരെ വിടാൻ പോകുന്നു അല്ലെ, ബഹിരാകാശത്തേക്ക്. ഓക്കെ, നമുക്കിപ്പോ ഇനി അടുത്താണ് വൈദ്യുതി വിതരണ നിയമം ഭേദഗതി. 1975 വൈദ്യുത വിതരണ നിയമം ഭേദഗതി വന്നിട്ടുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നോട്ട് ചെയ്തോ, സംയോജിത ശിശു വികസന സേവന പദ്ധതി ICDS. അത് നിലവിൽ വന്ന വർഷം 1975 ഒക്ടോബർ 2. അത് നമുക്ക് ചോദിക്കാറുള്ളതാണ് ആ ഡേറ്റ് ഒക്കെ. സംയോജിത ശിശു വികസന സേവന പദ്ധതി ICDSന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. അത് നമുക്ക് ഈ 6 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത്. നമ്മൾ ഈ 6 വയസ്സുള്ള കുട്ടികൾക്ക് ഉണ്ടല്ലോ, ഈ പ്രഗ്നന്റ് ആയി കഴിഞ്ഞ അമ്മമാർക്ക് നമുക്ക് ഈ അംഗനവാടികളിൽ നിന്ന് അങ്ങനെ നുറുക്ക് ഗോതമ്പ്, അങ്ങനെ കപ്പലണ്ടി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും അല്ലെ, ന്യൂട്രീഷ്യൻ. അത് കഴിഞ്ഞ് ഈ കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ കുട്ടികൾക്ക് അമൃതം പൊടി കിട്ടും 3 വയസ്സ് വരെ. അമ്മമാർക്ക് പ്രസവം കഴിഞ്ഞ അമ്മമാർക്ക് ചില പോഷക പൊടി അങ്ങനെയൊക്കെ കിട്ടും. പിന്നെ 6 വയസ്സുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർ അംഗനവാടി ചേർന്ന് കഴിയുമ്പോൾ അവർക്ക് ന്യൂട്രീഷ്യസ് ഫുഡൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് ഇല്ലേ. അപ്പൊ ഇതൊക്കെ ഈ ICDSന് കീഴിലാണ്. അവർക്ക് വാക്സിനേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ആശാ വർക്കറൊക്കെ ഓർമ്മിപ്പിക്കും. കുട്ടിക്ക് കുത്തിവയ്പ്പ് എടുക്കാറായി, അങ്ങനെ ഓരോ കാര്യങ്ങളും കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ICDS. അപ്പോൾ നമ്മൾ അംഗനവാടികൾ വഴിയൊക്കെ ആയിട്ട് നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പൊ സംയോജിത ശിശു വികസന സേവന പദ്ധതി ICDS, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം 1975 ഒക്ടോബർ 2 ഉദ്ഘാടനം ചെയ്തു, നമ്മുടെ ഗാന്ധി ജയന്തിയുടെ അന്ന്. ഓക്കെ അല്ലേ. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രാമീൺ ബാങ്ക് നിലവിൽ വന്നു. ഗ്രാമീൺ ബാങ്ക് അവിടെ ശ്രദ്ധിക്കുക, ഏത് വർഷമാണ്? 1975. അപ്പൊ അതിന്റെ കൂടെ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഗ്രാമീൺ ബാങ്കുകളുടെ പിതാവ് എന്ന് പറയുന്ന വ്യക്തിയാണ് മുഹമ്മദ് യൂനുസ്. ഇദ്ദേഹം ഒരു ബംഗ്ലാദേശുകാരനാണ് മുഹമ്മദ് യൂനുസ് കേട്ടാ. ബംഗ്ലാദേശുകാരനാണ് മുഹമ്മദ് യൂനുസ്. ഇദ്ദേഹം എക്കണോമിക്സില്, സാമ്പത്തിക ശാസ്ത്രത്തില് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് മുഹമ്മദ് യൂനുസ്. ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വികസിപ്പിച്ച ഒരു പാകിസ്ഥാൻകാരനായിട്ടുള്ള എക്കണോമിസ്റ്റിന്റെ പേര് പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒന്നിങ്ങനെ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓണാക്കി പറയാം. ടൈപ്പ് ചെയ്യണമെങ്കിൽ കുറച്ച് പാടാ. ഒന്ന് പറഞ്ഞേ, ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. മാനവ വികസന സൂചിക, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വികസിപ്പിച്ച പാകിസ്ഥാനി എക്കണോമിസ്റ്റ് ആരാ? മെഹബൂബ്. യാ, വെരി ഗുഡ്. ആരാ പറഞ്ഞേ? മെഹബൂബ് ഉൽ ഹക്ക് ആണ് അല്ലെ, പാകിസ്ഥാന്റെ മെഹബൂബ് ഉൽ ഹക്ക് കേട്ടാ. പാകിസ്ഥാന്റെ, ഇത് നമ്മുടെ ബംഗ്ലാദേശ്. നേരത്തെ നമ്മൾ പറഞ്ഞു പാകിസ്ഥാനും ബംഗ്ലാദേശൊക്കെ എവിടെ കിടക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയുടെ വെസ്റ്റിലും ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഈസ്റ്റിലാണ് കിടക്കുന്നത്. ത്രിപുര എന്ന സംസ്ഥാനം കൊണ്ട് ചുറ്റപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറിയിരിക്കുന്ന ഒരു എന്താണ്, ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അപ്പൊ മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശിന്റെ നൊബേൽ ലോറേറ്റ് ആണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് ഷെയ്ഖ് ഹസീന ഭരണം മാറിയപ്പോ അവിടെ ഗവൺമെന്റ് ഒക്കെ നിലവിൽ വന്നിരുന്നു. മുഹമ്മദ് യൂനുസ്, നിങ്ങൾ ന്യൂസ് പേപ്പറൊക്കെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ
നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീൺ ബാങ്ക് നിലവിൽ വന്നത് 1975 മുഹമ്മദ് യൂനുസ് ആണ് എന്ത് ഗ്രാമീൺ ബാങ്കുകളുടെ പിതാവ് എന്ന കാര്യം എന്റെ കൂടെ ഓർത്തു വെച്ചോ. അപ്പൊ നമ്മൾ പറഞ്ഞു കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. നമ്മളിത് പ്ലാൻ ചെയ്തത് 1974-79 ആയിരുന്നല്ലോ. പക്ഷേ 78 ഇത് അവസാനിപ്പിക്കേണ്ടി വന്നു. എന്താ കാരണം? അത്രയും നാളത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ആധിപത്യങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇതാ ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ കയറി. ജനതാ ഗവൺമെന്റ് ആരുടെ നേതൃത്വത്തിൽ? മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ ഗവൺമെന്റ്, അതായത് അവർ അടിയന്തരാവസ്ഥയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിനെ അവിടെ നിന്ന് ഇറക്കി അല്ലെ. അങ്ങനെ ജനതാ ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ ഗവൺമെന്റ് വരുന്നു. അപ്പൊ 1979 വരെയാണ് നമ്മുടെ പദ്ധതി. പക്ഷെ അവരെന്ത് ചെയ്തു? 78 തന്നെ അവർ ഈ പദ്ധതി അങ്ങോട്ട് അവസാനിപ്പിച്ചു. അപ്പൊ നമ്മള് 4.4 വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചു. 4.8% വളർച്ചാ നിരക്ക് കൈവരിക്കാനായി എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പൊ 78 അപ്പൊ മൊറാർജി ദേശായി വന്നപ്പോ പിന്നെ പുള്ളി എന്ത് ചെയ്തില്ല? പുള്ളി പിന്നെ വേറെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചില്ല. ആള് ചെയ്ത പരിപാടിയാണ് ഒരു റോളിംഗ് പ്ലാൻ അങ്ങോട്ട് കൊണ്ടുവന്നു. പുള്ളിയുടെ പരിപാടി എന്താണ്? റോളിംഗ് പ്ലാൻ. ഇതിനു മുന്നേ നമ്മളൊരു സാധനം പഠിച്ചിരുന്നു, പ്ലാൻ ഹോളിഡേ. 66-69 കാലഘട്ടത്തിൽ നമുക്ക് പ്ലാൻ ഇല്ല. ഓക്കെ. കാരണം ഇന്ത്യ പാക് യുദ്ധം, ഇന്ത്യ ചൈന യുദ്ധം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പ്ലാൻ ഹോളിഡേ ആയിരുന്നു. അപ്പൊ അത് പ്ലാൻ ഹോളിഡേ ആണ് 66-69. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് റൂളിംഗ് പ്ലാൻ ആണ് 78-80. മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് ആണ് റൂളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അവരാണ് കൊണ്ടുവന്നത്. ഈ പ്ലാൻ ആദ്യമായിട്ട് അവതരിപ്പിച്ച ഒരു എക്കണോമിസ്റ്റ് ആണ് ഗുണ്ണർ മിർഡൽ. പഠിച്ചോ? പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഗുണ്ണർ മിർഡൽ. റൂളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചതാണ് ഗുണ്ണർ മിർഡൽ. അദ്ദേഹം ഈ ആശയം അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് ഏഷ്യൻ ഡ്രാമ. ഏഷ്യൻ ഡ്രാമ എന്ന പുസ്തകത്തിലൂടെ ഗുണ്ണാർ മിർഡലാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. എന്താണ് റോളിംഗ് പ്ലാൻ? ഒരു വർഷത്തേക്ക് മാത്രമായിട്ട് നടപ്പാക്കുന്ന പ്ലാൻ. കണ്ടില്ലേ? ഒരു വർഷത്തേക്ക് മാത്രമായിട്ട് നമ്മൾ നടപ്പിലാക്കുന്ന പ്ലാനാണ് അല്ലെ. ഒരു വർഷത്തേക്ക് മാത്രമായിട്ട് നടപ്പിലാക്കുന്ന പ്ലാനാണ്. നമ്മൾ ഒരു വർഷത്തേക്ക് നടപ്പിലാക്കി നമുക്കപ്പോ ഒരു വർഷത്തെ നേട്ടങ്ങളും ഒക്കെ നമുക്ക് അപഗ്രഥിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷത്തെ പ്ലാൻ തയ്യാറാക്കും. പക്ഷെ മൊറാർജി ദേശായിക്ക് അധികം നാൾ വാഴാൻ പറ്റിയില്ല. 80 ആയപ്പോഴേക്കും വീണ്ടും ആര് വന്നു? നമ്മുടെ അയൺ ലേഡി ഇന്ദിരാഗാന്ധി കെയിം ബാക്ക്. അപ്പോ പുള്ളി അവിടുന്ന് മാറേണ്ടി വന്നു. ഓക്കെ. വീണ്ടും ഇന്ദിരാഗാന്ധി വരാണ്. ഇന്ദിരാഗാന്ധി 66 തൊട്ട് ഏകദേശം ഒരു 66-67 കയറിയിട്ട് ആള് 77 വരെ ആള് കണ്ടിന്യൂസ് നിന്നായിരുന്നു. വീണ്ടും പുള്ളിക്കാരി 80 കയറി 84 വരെ വീണ്ടും പ്രധാനമന്ത്രി ആയിരുന്നു. 84 വെടിയേറ്റ് മരണപ്പെടാണ് ചെയ്തത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഇടയില് ഈ ഒരു കാലഘട്ടത്തിൽ 1950 മുതൽ 1980 വരെയുള്ള കാലയളവില് ഇവർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു വളർച്ചാ നിരക്ക് നോക്കിയപ്പോ ശരാശരി 3.5% ഒരു വർഷം ഇത് വളർന്നിട്ടുള്ളൂ. ഓക്കെ. അതായത് ഇത് വളരെ പതുക്കെയാണ് വളർന്നത്. 1950 മുതൽ 1980 വരെയുള്ള ഒരു ശരാശരി വളർച്ചാ നിരക്ക് ആകെ നമ്മളൊരു 3.5% വളർച്ചയുള്ളൂ. അപ്പൊ അതിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിച്ച പദമാണ് ഹിന്ദു വളർച്ചാ നിരക്ക്. ഈ പദത്തിന്റെ ഉപജ്ഞാതാവാണ് രാജകൃഷ്ണ. ഓക്കെ. രാജകൃഷ്ണ എന്ന് പറയുന്നത്. അപ്പൊ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു പദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? രാജകൃഷ്ണ. ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് 1950 മുതൽ 1980 വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ശരാശരി വളർച്ചാ നിരക്ക് 3.5% കാണിച്ചു. ആ വളർച്ചാ നിരക്കിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ്. ഓക്കെ. ഞാൻ 6ാം പദ്ധതിക്ക് പോയിക്കോട്ടെ. 6ാം പദ്ധതിക്ക് പോവാം. ആ പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. അപ്പൊ 80-85 കാലഘട്ടത്തിലാണ് കേട്ടോ 6ാം പദ്ധതി വന്നത്. അപ്പൊ 6ാം പദ്ധതി വന്നപ്പോഴത്തേന് നമ്മുടെ ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നു. ജനതാ ഗവൺമെന്റ് പോയി. അങ്ങനെ ഈ പദ്ധതി തുടങ്ങാണ്. അപ്പൊ ഇതിന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ലക്ഷ്യങ്ങളാണ്: ദേശീയ വരുമാനം നമ്മൾ വർദ്ധിപ്പിക്കുക, നിലവിലെ സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം, വീണ്ടും ദാരിദ്ര്യ നിർമ്മാർജ്ജനം, തൊഴിലില്ലായ്മ കുറയ്ക്കുക, ജനസംഖ്യാ വിസ്ഫോടനം കുറയ്ക്കുക. അല്ലെ. നമ്മുടെ 4ാം പദ്ധതിയില് 5ാം പദ്ധതിയിൽ 4ാം പദ്ധതിയിലൊക്കെ തന്നെ ഈ പരിപാടി നടപ്പിലാക്കി അല്ലെ. നമ്മൾ കുടുംബാസൂത്രണം വീണ്ടും നടപ്പിലാക്കിയതാണ്. ആദ്യം നെഹ്റു, പിന്നെ ഇന്ദിര വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അവർ ജനസംഖ്യാ വിസ്ഫോടനം കുറയ്ക്കാനായിട്ട് അവർ എന്ത് ചെയ്യുന്നു? അവര് ആളുകളെ കുടുംബാസൂത്രണത്തിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഓക്കെ. അപ്പോ
ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഒന്ന് RLEGP. എന്താണ് RLEGP എന്ന് പറഞ്ഞാൽ? റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. അതായത് നമ്മുടെ ഈ റൂറൽ ഏരിയയില്, അതായത് ഗ്രാമപ്രദേശങ്ങളില് ഭൂമി ഇല്ലാത്ത ആൾക്കാർക്ക് തൊഴിലില്ലാത്തവരുണ്ടാവും. ഭൂമി ഇല്ലാത്ത തൊഴിൽ രഹിതർക്ക് ജോലി കൊടുക്കുന്ന പദ്ധതി, അതാണ് RLEGP. റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആണ് RLEGP. ഓക്കെ. ഇനി IRDP ഉണ്ട്. IRDP എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. IRDP എന്താണ്? ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഓക്കെ, ഡെവലപ്മെന്റ് പ്രോഗ്രാം. യെസ്. അപ്പൊ ഇതൊക്കെ 6ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വന്ന പരിപാടികളാണ്. NREP എന്തായിരിക്കും? നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആണ്. NREP എന്ന് പറയുന്നത് എന്താണ്? NREP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. ഓക്കെ, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആണ്. യെസ്. ഇനി നമുക്ക് ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ലക്ഷ്യമാക്കിയിട്ട് DWCRA കൊണ്ടുവന്നു. അപ്പൊ DWCRA എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ റൂറൽ ഏരിയാസ് ആണ്. അതായത് ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം അതേ DWCRA കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. യെസ്. പിന്നെ വന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നബാർഡ്. 1982 ജൂലൈ 12 എന്നുള്ള വർഷം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഡേറ്റ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. നബാർഡിന് 1982 ജൂലൈ 12-ാം തീയതി നബാർഡ് നിലവിൽ വന്നു. നബാർഡിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ചോദിച്ചിട്ടുണ്ട് കേട്ടാ. നബാർഡിന്റെ ഫുൾ ഫോം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ നബാർഡ് എന്ന് പറയുന്നത്. ഈ നബാർഡ് നിലവിൽ വന്നത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ചോദിച്ചാൽ ശിവരാമൻ കമ്മിറ്റി. അപ്പൊ നബാർഡ് നിലവിൽ വന്ന കമ്മിറ്റി ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നബാർഡ് നിലവിൽ വന്നത്? ശിവരാമൻ കമ്മിറ്റി. ഇനി നബാർഡിന്റെ ആസ്ഥാനം ഏതാണ്? നബാർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് HQ എവിടെയാണ്? മുംബൈ. ഇത്രയും കാര്യങ്ങൾ നബാർഡിനെ കുറിച്ച് പഠിക്കുക. നബാർഡ് നിലവിൽ വന്നത് 1982 ജൂലൈ 12-നാണ്. നബാർഡിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ്. നബാർഡ് നിലവിൽ വന്നത് ശിവരാമൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. നബാർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈ ആണ്. റൂറൽ ഏരിയയിലുള്ള ആളുകൾക്ക് കൃഷി ആവശ്യത്തിന് റൂറൽ ഡെവലപ്മെന്റിനൊക്കെ ലോണുകളും കാര്യങ്ങളും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുന്ന സ്ഥാപനമാണ് നബാർഡ്. ഓക്കെ, അടുത്ത കാര്യം നോക്കിക്കോ. വീണ്ടും നമ്മൾ ഇന്ദിരാഗാന്ധി തന്നെയാണല്ലോ, അല്ലെ? ഇന്ദിരാഗാന്ധി തന്നെയാണ് 2ാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം നടന്നു. ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. 1980 ഏപ്രിൽ 5. എത്ര ബാങ്കുകൾ ദേശസൽക്കരിച്ചു? 6 ബാങ്ക്സ്. കണ്ടോ, 6 ബാങ്കുകളാണ് ഈ കാലഘട്ടത്തിൽ ദേശസൽക്കരിച്ചത്. അപ്പൊ 2ാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം 1980 ഏപ്രിൽ 5-നാണ്. എത്ര ബാങ്കുകൾ? 6 ബാങ്കുകൾ. അപ്പൊ 1ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിൽ നമ്മള് ദേശസാൽക്കരിച്ച ബാങ്കിന്റെ എണ്ണം 14 ആണെങ്കിൽ 2ാം ഘട്ടത്തിൽ അത് 6 ബാങ്കാണ്. നമ്മളിവിടെ 5.2% ലക്ഷ്യമിട്ടു, അല്ലെ? നമ്മുടെ ടാർഗറ്റ് ഇതായിരുന്നു. പക്ഷെ നമുക്ക് കൂടുതൽ നേടാൻ പറ്റി. നമ്മുടെ ആക്ച്വൽ ഗ്രോത്ത്, വാർഷിക വളർച്ച എന്ന് പറയുന്നത് 5.7% നമുക്കുണ്ടായത്. ഓക്കെ, അപ്പൊ 6ാം പദ്ധതി കിട്ടിയില്ലേ? 6ാം പദ്ധതിയിൽ കുറച്ച് നല്ല പരിപാടികളൊക്കെ ഉണ്ട്. ഒന്ന് നബാർഡ് പഠിക്കുക, 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം പഠിക്കുക. പിന്നെ നമ്മുടെ പരിപാടികൾ എന്തൊക്കെയാണ്? RLEGP, IRDP, NREP ഒക്കെയാണ്. DWCRA ഒക്കെയാണ്. 6ാം പദ്ധതി 6 നബാർഡ് ഉണ്ട്. 6ാം പദ്ധതി നബാർഡ് കേട്ടാ. ഓക്കെ, നമുക്ക് അടുത്ത പദ്ധതിക്ക് പോവാം. 7ാം പഞ്ചവത്സര പദ്ധതിയാണ്. 1985 1990 കാലഘട്ടത്തിലാണ് 7ാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നത്. അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ 84-ൽ വെച്ച് ഇന്ദിരാഗാന്ധി പോയി, അല്ലെ? ഇന്ദിരാഗാന്ധിനെ അന്ന്
എന്താ പറയുക വധിച്ചു 84-ല്. പിന്നാലെ കയറി വന്ന ആളാണ് രാജീവ് ഗാന്ധി. അപ്പൊ മകനായിട്ടുള്ള രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു. ഈ കാലഘട്ടത്തിൽ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, അല്ലെ, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നു, ഭക്ഷ്യധാന്യ ഉൽപാദനത്തിന്റെ വർധനവ്, ആധുനികവൽക്കരണം, സ്വയം പര്യാപ്തത, സാമൂഹിക നീതി, സോഷ്യൽ ജസ്റ്റിസ് ഒക്കെ. ഓക്കെ, ഇതൊക്കെ ഇതിന്റെ പദ്ധതികളിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു. ഇനി ഇതിലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പഞ്ചവത്സര പദ്ധതി. അതായത് നമ്മുടെ വാർത്താവിനിമയ ഗതാഗത മേഖല, ടെലി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് സെക്ടർ, ടെലി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് സെക്ടറിൽ നമുക്ക് വലിയൊരു ഡെവലപ്മെന്റ് സൃഷ്ടിക്കാനായിട്ട് രാജീവ് ഗാന്ധിയുടെ വിഷൻ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞു. മനുഷ്യ മൂലധനം, ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ആരാ? ഞാനും നിങ്ങളൊക്കെയാണ് ഈ ഹ്യൂമൻ ക്യാപിറ്റൽ. നമ്മൾ ഈ മനുഷ്യർക്ക് വിദ്യാഭ്യാസം കൊടുത്തു, സ്കില്ല് കൊടുത്തു, അവരെ അപ്ഡേറ്റ് ചെയ്തു. അതൊരു മൂലധനമാണ്, അല്ലേ? അപ്പോ ആ ഒരു മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് നമ്മൾ തിരിച്ചറിഞ്ഞ പദ്ധതി ഏതാണ്? 7ാം പദ്ധതിയിലാണ്. ഇനി വാർത്താവിനിമയ രംഗത്തെ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായിരുന്നു സാം പിത്രോദ. സാങ്കേതിക ഉപദേഷ്ടാവ് സാം പിത്രോദ. ഇപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, 7ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഹ്യൂമൻ ക്യാപിറ്റൽ, മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞ പഞ്ചവത്സര പദ്ധതി കൂടി ആയിരുന്നു. 7ാം പദ്ധതി കാലത്ത് വളരെയധികം കാര്യങ്ങൾ നടപ്പിലായിട്ടുണ്ട്. ഒന്ന്, ദേശീയ പരിസ്ഥിതി സംരക്ഷണ നിയമം, അല്ലെ? 1986-ലാണ് എന്താണ് നാഷണൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്. വർഷം പഠിക്കണം, ചോദിക്കുന്നതാണ്. ചേരുപടി ചേർക്കാനും നമുക്ക് അല്ലാതെയും ഒക്കെ ചോദ്യം ചോദിക്കുന്നതാണ്. ദേശീയ പരിസ്ഥിതി നിയമം, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. ദെൻ ദേശീയ വിദ്യാഭ്യാസ നയം 1986. അപ്പൊ ലാസ്റ്റ് ആയിട്ട് വന്ന വിദ്യാഭ്യാസ നയം ഇന്ത്യയിൽ 2020-ലാട്ടോ വന്നേ. 2020 ഇന്ത്യയിൽ എന്താണ് എഡ്യൂക്കേഷൻ പോളിസി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ദേശീയ വിദ്യാഭ്യാസ നയം 1986 വന്നത് 7ാം പദ്ധതി സമയത്താണ്. നെക്സ്റ്റ്, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986. അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുമ്പോൾ കൊപ്ര, അല്ലെ? നിങ്ങൾ കൊപ്ര എന്ന് കേട്ടിട്ടുണ്ടോ? കൊപ്ര, അല്ലെ? തേങ്ങയുടെ കൊപ്ര എന്ന് കേട്ടിട്ടുണ്ടാവും. ഇത് എന്തിട്ട് തേങ്ങ എന്ന് വിചാരിക്കണ്ട. എന്താണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ആക്ട് കേട്ടാ. അതായത് കൊപ്ര എന്ന് തന്നിട്ട് അതിന്റെ ഫുൾ ഫോം എഴുതാനോ അല്ലെങ്കിൽ കൊപ്രയെ കുറിച്ച് ചോദിക്കുകയോ ചെയ്യാൻ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ആക്ട് ആണ് നമ്മുടെ ഈ കൊപ്ര. ഓക്കെ, അപ്പൊ ഈ കൊപ്ര വന്നത് എന്നാ? 1986-ലാണ് കേട്ടോ. ICRT ഫാക്ട് ആണ്. 1986-ലാണ് കൊപ്ര വന്നത്. ഈ കൊപ്ര നമ്മൾ അമെൻഡ് ചെയ്തു 2019-ൽ. അങ്ങനെ അതിലത്തെ കുറെ ക്ലോസുകളൊക്കെ മാറ്റി. കൊപ്ര അമെൻഡ് ചെയ്ത വർഷമാണ് 2019. നെക്സ്റ്റ്, ജവഹർ റോസ്ഗാർ യോജന. റോസ്ഗാർ എന്ന് കണ്ടാൽ അപ്പൊ വിചാരിച്ചോണം അത് എംപ്ലോയ്മെന്റ് പരിപാടിയാണ്. ജവഹർ റോസ്ഗാർ യോജന 1989 ഏപ്രിൽ 1-ന് നിലവിൽ വന്നു. ഇന്ദിര ആവാസ് യോജന. ആവാസ് യോജന എന്ന് കണ്ട അപ്പ വിചാരിച്ചേക്കാം അതൊരു എന്ത് പദ്ധതിയാണ്? അതൊരു വീടുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭവന നിർമ്മാണ പദ്ധതിയാണ്. മില്യൺ വെൽസ് സ്കീം, അതായത് കിണറുകൾ ഉണ്ടാക്കി കൊടുക്കുക, ആ ഒരു പരിപാടിയാണ് 88-89 കാലഘട്ടത്തിൽ വന്നത്. വീണ്ടും നെഹ്റു റോസ്ഗാർ യോജന വന്നു 89 ഒക്ടോബറിൽ. അപ്പൊ ഈ പദ്ധതിയിൽ നമ്മൾ 5% ലക്ഷ്യം വെച്ചത്. പക്ഷെ നമുക്ക് 6% വളർച്ചാ നിരക്ക് കൈവരിച്ചു. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ഇതിന്റെ കാലഘട്ടം പറഞ്ഞത് ഓർക്കണ്ടോ? 85 മുതൽ 90 വരെ ആയിരുന്നു. ഇത് കഴിഞ്ഞപ്പോ 90 മുതൽ 92 വരെ കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം. 91-ലാണ് രാജീവ് ഗാന്ധി വെടിയേറ്റ് മരിക്കുന്നതൊക്കെ. ഇവിടെ എന്ന് വെച്ചാല് ആ സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നമാണ് ഗൾഫ് യുദ്ധം വരുന്നു, ഓയിൽ പ്രൈസ് കൂടുന്നു, പണപ്പെരുപ്പം വരുന്നു, രാഷ്ട്രീയപരമായ അനിശ്ചിതത്വങ്ങള്. ആകെ നമുക്ക് ഇന്ത്യ ആകെപ്പാടൊരു കടക്കണിയിലൊക്കെ ആകുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉയർന്ന പണപ്പെരുപ്പവും ധനക്കമ്മിയൊക്കെ വരുന്ന ഒരു സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനിൽ നമ്മൾ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചില്ല. അന്ന് നമ്മൾ നടപ്പിലാക്കിയ പദ്ധതിയാണ് വാർഷിക പദ്ധതി. എന്ന് മുതൽ എന്ന് വരെയാണ്? 1990 മുതൽ 92 വരെ, 92 മാർച്ച് 31 വരെ നടപ്പിലാക്കിയതാണ് എന്ത്? വാർഷിക പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ വിചാരിക്കും പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോ ഓക്കെ കറക്റ്റ് 51-ൽ ആരംഭിച്ചു, 51 തൊട്ട് 56 1-ാം പദ്ധതി, 56 തൊട്ട് 61 വരെ 2-ാം പദ്ധതി, 5 വെച്ചങ്ങോട്ട് കൂട്ടി പോയാൽ മതി.
അപ്പൊ അങ്ങനെ കൂട്ടിപ്പോയി തെറ്റും അല്ലെ. നമ്മുടെ 1966-69 നമ്മൾ എന്ത് പഠിച്ചു? റോളിംഗ് പ്ലാൻ പഠിച്ചു. 1978-80 നമ്മൾ എന്ത് പഠിച്ചു? സോറി, 1966-69 പ്ലാനിങ് അല്ല, പ്ലാൻ ഹോളിഡേ ആണ് അല്ലെ. 1978-80 നമ്മള് റോളിംഗ് പ്ലാൻ ആണ്. 90-92 കാലഘട്ടത്തിൽ നമുക്ക് വാർഷിക പദ്ധതി അല്ലെങ്കിൽ ആനുവൽ പ്ലാൻ ആണ്. ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? ഘടനാപരമായ ക്രമീകരണങ്ങൾ ആരംഭിച്ചതിന് ശേഷം 1992 8-ാം പദ്ധതി ആരംഭിച്ചു. ഈ സമയത്ത് നമ്മളുടെ സാമ്പത്തികമായി നമ്മൾ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയ വ്യക്തി ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആ സമയത്തെ പ്രധാനമന്ത്രിയും ആ സമയത്തെ ധനകാര്യമന്ത്രിയും ഫിനാൻസ് മിനിസ്റ്ററും നരസിംഹ റാവു ആ സമയത്തെ പ്രധാനമന്ത്രിയുമായിരുന്നു. നമ്മുടെ റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് പിന്നാലെ വന്നത്. നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നരസിംഹ റാവുവും നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മുടെ ആരായിരുന്നു? നമ്മുടെ മൻമോഹൻ സിംഗും ആയിരുന്നു. അപ്പൊ അവർ ഘടനാപരമായ ക്രമീകരണ നയങ്ങൾ ആരംഭിച്ചു. അപ്പൊ നിങ്ങൾക്ക് വിചാരിക്കും എന്താണ് ഈ ഘടനാപരമായ ക്രമീകരണ നയങ്ങൾ അഥവാ സ്ട്രക്ചറൽ റിഫോംസ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും LPG പോളിസീസ് അല്ലെ. LPG പോളിസി കേട്ടിട്ടുണ്ടാവും. നമ്മൾ കേട്ട LPG എന്നിട്ട് LPG ഗ്യാസ് സിലിണ്ടർ അല്ലെ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഞാനിവിടെ ഉദ്ദേശിച്ചതല്ല. L for liberalization, P for privatization, then അപ്പൊ നിങ്ങൾക്ക് G4 കിട്ടിയിട്ടുണ്ടാവും. G4 എന്താണ്? ഗ്ലോബലൈസേഷൻ. G4 ഗ്ലോബലൈസേഷൻ. യെസ്, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിബറലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയും ഉദാരവൽക്കരണം. അതായത് ഗവൺമെന്റ് ഓഫീസുകളിൽ ചുവപ്പ് നാളയിൽ കുരുങ്ങി കിടക്കുന്നതിന് പകരം ബിസിനസ് ഒക്കെ തുടങ്ങാനായിട്ടുള്ള ഫയലുകളൊക്കെ വേഗം വേഗം തീർപ്പാക്കി കൊടുക്കും. ലൈസൻസിങ്ങിനുള്ള കുറേ അധികം നൂലാമാലകൾ ഒഴിവാക്കി കൊടുക്കുക. പിന്നെ ഇഷ്ടം പോലെ ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയുള്ള ഉദാരവൽക്കരണ നടപടികൾ ആരംഭിച്ചു. പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം. അത്രയും നാളെ ഗവൺമെന്റ് ഉടമസ്ഥതയിലായിരുന്ന ഗവൺമെന്റ് കമ്പനികളിൽ പ്രൈവറ്റ് ആൾക്കാർക്ക് ഷെയർ കൊടുത്തു. പ്രൈവറ്റ് സെക്ടറിന് കുറേ കാര്യങ്ങൾ ഉത്പാദിപ്പിക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നു. ദെൻ ഗ്ലോബലൈസേഷൻ, എനിക്ക് ആഗോള താപനം എന്നൊക്കെ വായിൽ വരണേ. അത് ഗ്ലോബൽ വാർമിംഗ് ആണ്. ആഗോളവൽക്കരണം. എന്താണ് ആഗോളവൽക്കരണം? ലോകമേ തറവാട് അല്ലെ. അതിർത്തികളില്ലാതെ സാധനങ്ങളും സേവനങ്ങളും മൂവ് ചെയ്യുന്നു. നമുക്ക് ഇവിടുത്തെ ലുലുമാളിൽ പോയാലും ദുബായിലെ ലുലുമാളിലുള്ളത് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ലോകത്തിലെ ഏത് കോണിലും ഉത്പാദിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളും, എല്ലാ കമ്പനികളും, എല്ലാ ബ്രാൻഡുകളും നമ്മുടെ ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. അതാണ് ആഗോളവൽക്കരണത്തിന്റെ സാധ്യത എന്ന് പറയുന്നത്. മൂവ്മെന്റ് ഓഫ് ലേബർ, ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ. ഹ്യൂമൻ ക്യാപിറ്റൽ ആയിക്കോട്ടെ, ഗുഡ്സ് ആയിക്കോട്ടെ, സർവീസസ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ആയിക്കോട്ടെ, എല്ലാം നമ്മൾ വിത്തൗട്ട് ബോർഡർ നമ്മളിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. വേൾഡ് ആസ് എ ഹോൾ നമ്മളൊരു മാർക്കറ്റായിട്ട് കരുതപ്പെടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ത്യയില് മൻമോഹൻ സിംഗ് എന്ത് ചെയ്തു? മൻമോഹൻ സിംഗ് ഒരു ബുദ്ധിയുള്ള ഒരു ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു കണക്കാക്കപ്പെടുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് എന്താണ് നമ്മൾ 90-92 കാലഘട്ടത്തിൽ വാർഷിക പദ്ധതിയാണ്. പക്ഷെ ആ ടൈമിൽ നമ്മൾ LPG പോളിസീസ് ഇമ്പോർട്ട് ചെയ്തു. ഇന്ത്യയുടെ സാമ്പത്തിക വാതിലുകൾ ലോകത്തിന് മുന്നിൽ തുറന്നു വെക്കുന്നു. ഇഷ്ടം പോലെ മൂലധനം ഒഴുക്ക് ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിൽ ഇൻഡസ്ട്രീസ് തുടങ്ങാനായിട്ടൊക്കെ ആളുകൾ തയ്യാറാകുന്നു. അങ്ങനെയുള്ള അവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായി. അങ്ങനെ ഈ ഒരു പരിപാടികളൊക്കെ ആരംഭിച്ചതിന് ശേഷം നമ്മൾ എങ്ങോട്ട് പോയി? നമ്മുടെ 8-ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോയി. 92-97 കാലഘട്ടത്തിൽ നമ്മുടെ ആരുണ്ട് അവിടെ? കേന്ദ്രത്തിൽ ആരുണ്ട്? നമ്മുടെ റാവു മൻമോഹൻ നരസിംഹ റാവു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിക്കാത്തൊരു മനുഷ്യനാന്ന് പറയണേ. ആളാകെ ചിരിച്ചിട്ടുള്ളത് കേട്ടേക്കുന്ന ആള്. അങ്ങനെ നമ്മളിങ്ങനെ പറയും സുസ്മിത സെന്നെ കണ്ടപ്പോഴാണ് ചിരിച്ചിട്ടുള്ളതെന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് ലോകസുന്ദരിയായിട്ടൊക്കെ വന്നത്. ഓക്കെ. അപ്പൊ റാവു മൻമോഹൻ മോഡലാണ് നമുക്ക് ആ സമയത്ത് പറയാൻ പറ്റുക. മൻമോഹൻ മോഡൽ എന്നാണ് പൊതുവെ പറയുന്നത്. കാരണം മൻമോഹൻ സിംഗ് വാസ് ദ ബ്രെയിൻ ബിഹൈൻഡ് ദിസ് പ്ലാൻ. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം നോക്കിക്കോ, മാനവ വികസനം അല്ലെ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്, മാനവ വികസനമാണ്. അപ്പൊ ആലോചിച്ച് നോക്കാം, മാനവ വികസനം നമ്മുടെ വികസനമാണ്. നമുക്ക് വിദ്യാഭ്യാസം തരാം, നമുക്ക് നമ്മുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാം, നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും കാര്യങ്ങൾ കൊണ്ടുവരാം. ഇതൊക്കെയാണ് നമ്മൾ ലക്ഷ്യമിട്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാം മാനവ വികസന സൂചിക പുറത്തിറക്കിയ വർഷം 1990-കളിലാണ് പുറത്തിറക്കിയത് അല്ലെ. HDA
ഇനി നമ്മുടെ 7ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് തന്നെ ഹ്യൂമൻ ക്യാപിറ്റലിന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 90-ൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പുറത്തിറങ്ങുന്നു. അപ്പൊ മാനവ വികസന സൂചികയെ കുറിച്ചിട്ട് വലിയൊരു ബോധ്യം ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ട് മാനവ വികസനം എന്ന് പുതിയൊരു ആശയമായിട്ട് വരുന്നു. നമ്മൾ സാമ്പത്തികമായിട്ട് മാത്രം വളർന്നാൽ പോരാ, നമ്മുടെ ആളുകൾക്ക് സ്കിൽഡ് ആക്കണം, നമ്മുടെ ആളുകളെ ഹെൽത്തി ആക്കണം എന്നുള്ളൊരു ആശയം വന്നു. ഈ ആശയത്തിലൂന്നി 8ാം പഞ്ചവത്സര പദ്ധതി 1992-97 കാലഘട്ടത്തിൽ നടപ്പിലാക്കപ്പെട്ടു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം. ഓക്കെ, മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നു. ഇനി നമ്മൾ പറഞ്ഞു മാനവ വികസന പദ്ധതിയൊക്കെയാണ്. മാനവ വികസനം എങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഒന്ന്, പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുക, നമ്മുടെ എന്താണ് പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കുക അല്ലെ, വിദ്യാഭ്യാസം കൊടുക്കുക. ശുദ്ധജല വിതരണം, നല്ല വെള്ളം കിട്ടണ്ടേ ആരോഗ്യം നന്നാവണമെങ്കിൽ. കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുക്കുക ആളുകൾക്ക്, അതിന് നമ്മൾ ഒരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ അതായത് ഒരു ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് കഴിവ് വേണം. അപ്പൊ കമ്പ്യൂട്ടർ വന്ന സമയത്ത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ ആളുകൾക്ക് അറിയണം. അപ്പൊ എല്ലായിടത്തും കമ്പ്യൂട്ടർ കോഴ്സുകളായിരുന്നു. നമ്മൾ കമ്പ്യൂട്ടർ കോഴ്സുകൾ പഠിക്കാൻ പോയി. പിന്നെ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ പഠിക്കാൻ തുടങ്ങിയ ആളുകൾ. ഇപ്പൊ എല്ലാവരും എന്താ പഠിക്കാൻ പോണേ? ഇപ്പൊ എല്ലാവരും AI പഠിക്കാനാണ് പോണേ. AI ടീച്ചർ ആവാനും അല്ലെങ്കിൽ AIയുടെ പ്രോഗ്രാമിങ്ങും. അപ്പൊ നമ്മൾ AI യുഗത്തിലേക്ക് വന്നു. അപ്പൊ ഇനി നമ്മൾ പഴയ കമ്പ്യൂട്ടറിലെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയർമാർക്കൊന്നും അല്ല, അവര് AI അപ്ഡേറ്റ് ആവുന്നവർക്കാണ് തൊഴിലവസരം. അപ്പൊ നമ്മൾ സ്കിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. അങ്ങനെ നമ്മൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. പിന്നെ എന്താണ്? ജനസംഖ്യാ നിയന്ത്രണം. ഈ ജനസംഖ്യ ഒരുപാട് കൂടിക്കഴിയുമ്പോൾ ഇത് നമ്മുടെ അതിനനുസരിച്ച് നമ്മുടെ ജനങ്ങൾക്ക് താമസ സൗകര്യങ്ങൾ അല്ലെ, അവർക്ക് അതിനുള്ള ഹൗസ് ഫെസിലിറ്റീസ് വേണം, അവർക്ക് അതിനുള്ള ഫുഡ് അവരുടെ ഒരു പ്രധാനപ്പെട്ട നീഡാണ്. അല്ലെങ്കിൽ നമ്മളുള്ള റിസോഴ്സസ് നമുക്ക് വേണ്ട വിധത്തിൽ ആളുകൾക്ക് എത്തിക്കാൻ പറ്റില്ല, ഡിസീസസ്, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ജനസംഖ്യ നിയന്ത്രിക്കുക എന്നുള്ളത് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. ജനസംഖ്യ നിയന്ത്രിക്കുക, ഉള്ള ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് കൊടുക്കുക. ഇത് ഞാൻ സാമ്പത്തിക വശമാണ് പറയുന്നത്. വ്യക്തിപരമായ നമ്മുടെ ആശയങ്ങൾ അവിടെ മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് സാമ്പത്തികമായിട്ടാണ് കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ എന്ത് ചെയ്തു? PV നരസിംഹറാവു ഗവൺമെന്റ് കീഴിൽ ഉദാരവൽക്കരണം ഉൾപ്പെടെയുള്ള ധനസാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തി അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു LPG പോളിസീസ് നമ്മൾ നടപ്പിലാക്കി. ഈ സമയത്ത് ഇവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു ആശയമാണ് എന്ത്? 15 മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ളവരുടെ ഇടയിൽ നിന്ന് നിരക്ഷരത പൂർണ്ണമായും തുടച്ചു നീക്കുക. കണ്ടോ? നിരക്ഷരത പൂർണ്ണമായും. ഓക്കെ, ഇനി 8ാം പദ്ധതി സമയത്ത് നടപ്പിലാക്കിയ പ്രധാന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നു. 1992-ലാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എവിടെയാണ്? മുംബൈയിലാണ്. ഇതിലെ സൂചിക നമ്മൾ നിഫ്റ്റിന്ന് കണ്ടിട്ടുണ്ടാവും. നിഫ്റ്റി ഉയർന്നു, നിഫ്റ്റി താണു, നിഫ്റ്റി വീണു എന്നൊക്കെ പറഞ്ഞ് കാണാം. ഇപ്പൊ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്തിനുള്ളതാ? ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്കാണ് ആളുകള് മണി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓരോ കമ്പനികളും കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് പണം വേണ്ടേ തുടങ്ങാനായിട്ട്. അപ്പൊ അവർ ഷെയറുകൾ അതിൽ ഇഷ്യൂ ചെയ്യും. ആളുകൾ ഈ ഷെയർ വാങ്ങുമ്പോൾ അതിൽ നിന്ന് അവർ മൂലധനം സമാഹരിക്കും. അങ്ങനെയാണ് അവർ കമ്പനി റൺ ചെയ്യുന്നത്. അതിനുശേഷം കമ്പനിയിൽ ലാഭം ഉണ്ടാകുമ്പോഴാണ് ഈ ഷെയർ ഹോൾഡേഴ്സിന് ലാഭമൊക്കെ കിട്ടുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു പ്രക്രിയ നമ്മുടെ LPG പോളിസീസ് വന്നു കഴിഞ്ഞപ്പോൾ ഓൾറെഡി നമുക്ക് ഇഷ്ടംപോലെ ഇൻവെസ്റ്റ്മെന്റ് വരാൻ തുടങ്ങി. അപ്പൊ അതിനുവേണ്ട സംവിധാനങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1992-ല് നിലവിൽ വന്നു. ഓക്കെ, അടുത്ത സംഭവമാണ് പഞ്ചായത്ത് രാജ് സംവിധാനം. ഈ പഞ്ചായത്ത് രാജിന്റെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്ന പദ്ധതി എന്താ? ഓർമ്മയുണ്ടോ നോക്കട്ടെ. നമ്മള് 1ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് നടപ്പിലാക്കിയ ഒരു പരിപാടി ഉണ്ട്. നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് പഞ്ചായത്ത് രാജിന് മുന്നോടിയാണ് എന്ന് പറഞ്ഞ കാര്യം കമന്റ് ചെയ്യാമോ? കമന്റ് പ്ലീസ്. പഞ്ചായത്ത് രാജ് സംവിധാനം ആരെയൊക്കെ ഓർമ്മയുണ്ടോ? പഞ്ചായത്ത് രാജിന് മുൻഗാമി എന്നറിയപ്പെടുന്ന പരിപാടി. വർഷം അറിഞ്ഞാലും മതി ഓർമ്മ കിട്ടുകയാണെങ്കിൽ. ഇന്ന് വർഷം ഞാൻ പറയാം. 1952 ഒക്ടോബർ 2-ന് നടപ്പിലാക്കിയ ആ പദ്ധതിയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെ. അപ്പൊ നമ്മള് ഇന്ത്യ അപ്പൊ ഇതൊന്നും കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പറഞ്ഞൊരു നിയമമാക്കി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനം 1993 ഏപ്രിൽ 24 നിലവിൽ വന്നു. ഏപ്രിൽ 24 എന്താണ്? ദേശീയ പഞ്ചായത്ത് രാജ് ദിനമാണ് കേട്ടോ. ഏപ്രിൽ 24 എന്താണ്? ഏപ്രിൽ 24 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേശീയ
പഞ്ചായത്ത് രാജ് ദിനമാണ്. ഇപ്പൊ എന്താ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് നമുക്കറിയാലോ, നമ്മളിപ്പോ ഇലക്ഷനൊക്കെ വരാൻ പോവാണ്. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ ത്രിതല സംവിധാനം നമുക്കുണ്ട്. അപ്പൊ പഞ്ചായത്തുകളിലൂടെയാണ് നമ്മുടെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് നടക്കുന്നത്. അപ്പൊ ആ ഒരു സംവിധാനം നിയമപരമായിട്ട് നമ്മൾ 73-74 ഭരണഘടനാ ഭേദഗതികളിലൂടെ 1993 ഏപ്രിൽ 24 നിലവിൽ വന്നു. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത്. പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നു. 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1993 ഗാന്ധിയൻ സീരീസ് നോട്ടുകൾ നിലവിൽ വന്നു. പിന്നെ ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായി. ലോക വ്യാപാര സംഘടന എന്ന് പറഞ്ഞാൽ എന്താ? WTO ആണ് കേട്ടോ. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് ലോക വ്യാപാര സംഘടന കേട്ടോ. നമ്മൾ ഓൾറെഡി കൊണ്ടുവന്ന മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ വ്യാപാരങ്ങൾ കൂടി. അപ്പൊ നമ്മള് ലോകത്തിന്റെ പൊതുവായിട്ടുള്ള നമ്മള് കുറെ എഗ്രിമെന്റും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒന്നിച്ചു വരണം. ഇന്ത്യ ലോക വ്യാപാര സംഘടന അംഗമാകുന്നു 1995 ജനുവരി 1-ാം തീയതി. അപ്പൊ ഈ WTO നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ ഈ രാജ്യങ്ങൾ തമ്മിലൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണമല്ലോ ട്രേഡ് നടത്തുമ്പോൾ. അതിനുവേണ്ടി നിലവിൽ വന്നിരുന്ന ഒരു സംവിധാനമാണ് ഗാട്ട് എന്ന് പറയുന്നത്. അതായത് ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ് എന്നറിയപ്പെട്ട ഗാട്ടിൽ ഇന്ത്യ അംഗമായിരുന്നു. അത് 1948 വന്നതാണ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്. ഓക്കെ. അപ്പൊ 1995 ജനുവരി 1-നാണ് WTO നിലവിൽ വന്നത്. WTOയുടെ ആസ്ഥാനം എവിടെയാണെന്നറിയോ? ജനീവയാണ് കേട്ടോ. ജനീവ സ്വിറ്റ്സർലൻഡിലാണ്. HQ എവിടെയാണ്? ജനീവ സ്വിറ്റ്സർലൻഡിലാണ് ലോക വ്യാപാര സംഘടന ആസ്ഥാനം. ഓക്കെ. അടുത്ത പദ്ധതി പറയാം. മഹിളാ സമൃദ്ധി യോജന 1993 വന്നു. പിന്നെ മിഡ് ഡേ മീൽ സ്കീം, ഉച്ചക്കഞ്ഞി 1995 മിഡ് ഡേ മീൽ സ്കീം ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. 1995 നാഷണൽ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം NRDP 1992. പിന്നെ EAS എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീം വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന 1993. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി പോയിന്റ് പറയാനുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പൊ എന്തൊക്കെയാണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 92. പഞ്ചായത്ത് രാജ് സംവിധാനം എന്താണ്? 93. ഓക്കെ. 93 പഞ്ചായത്ത് രാജ് സംവിധാനം. പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് 1995. എന്നാണ് ഇന്ത്യ അംഗമായത്? 1995 ജനുവരി 1 ഇന്ത്യ അംഗമാകുന്നു അല്ലെ ലോക വ്യാപാര സംഘടനയില്. മിഡ് ഡേ മീൽ സ്കീം, ഉച്ചഭക്ഷണ പരിപാടി സ്കൂളുകളില്, അത് തുടങ്ങിയത് എന്താണ്? 1995. യെസ്. കേരളത്തിൽ ജനകീയ ആസൂത്രണം നിലവിൽ വന്നു എന്നാണ്? 96 ഓഗസ്റ്റ് 17. അതായത് നമ്മള് ഈ ഒരു ബില്ല് 73-74 ഭരണഘടനാ ഭേദഗതിയൊക്കെ പാസ്സായി പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നിലവിൽ എന്ന് പറയാനായിട്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ആഹ്വാനം വന്നെങ്കിലും ഓരോ സംസ്ഥാനങ്ങളും പ്രത്യേകമായിട്ട് അവരുടെ ബില്ല് പാസ്സാക്കണം. അങ്ങനെ കേരളത്തിൽ ഈ ബില്ലൊക്കെ പാസ്സാക്കിയിട്ട് ജനകീയ ആസൂത്രണം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1996 ഓഗസ്റ്റ് 17. അപ്പൊ 8ാം പദ്ധതി കാലത്ത് കേരളത്തിൽ ജനകീയ ആസൂത്രണം. ഏത് പദ്ധതി കാലത്ത്? 8ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ. യെസ്. നമ്മള് വളർച്ച ലക്ഷ്യം വെച്ചത് 5.6 ആണെങ്കിലും നമുക്ക് 6.8 നമുക്ക് കിട്ടി 8ാം പഞ്ചവത്സര പദ്ധതിയിൽ. ഓക്കെ. ഓക്കെ ആണോ? ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കൂടുന്നതായിട്ട് ആരെങ്കിലും തോന്നുന്നുണ്ടോ? സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ പറയണം കേട്ടോ. ആദ്യമായിട്ട് ക്ലാസ്സിൽ വന്നവര്, പുതിയതായിട്ട് ജോയിൻ ചെയ്തവരൊക്കെ നമ്മുടെ ക്ലാസ്സിലുണ്ട്. നിങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടാ. യെസ്. ഞാൻ 9ാം പദ്ധതിക്ക് പോവാണ്. 1997 2002 അല്ലേ? ഇത് എന്നാണ്? സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് കേട്ടോ. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി. അപ്പൊ 9ാം പദ്ധതി 9ാം വാർഷികത്തിൽ 50ാം വാർഷികത്തിൽ 9ാം പദ്ധതി നോക്കിയാൽ വർഷം നോക്കിയാൽ 97 2002 കാലഘട്ടത്തിലാണ് അല്ലെ? 97 എന്ന് പറയുമ്പോ നമ്മൾ 47 സ്വാതന്ത്ര്യം കിട്ടിയത്. 97 ആകുമ്പോഴേക്കും നമുക്ക് 50 വർഷം നമുക്ക് കിട്ടി. സ്വാതന്ത്ര്യത്തിന് 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ്. അതിന്റെ ലക്ഷ്യം എന്താണ്? സാമൂഹിക നീതിയും സമത്വമുള്ള വളർച്ചയാണ്. വേണ്ട, സാമൂഹിക നീതിയും സമത്വമുള്ള വളർച്ചയാണ്. അതിന്റെ ഉപലക്ഷ്യങ്ങളാണ് ഗ്രാമീണ വികസനം, വികേന്ദ്രീകൃത ആസൂത്രണം.
അപ്പൊ വികേന്ദ്രീകൃത ആസൂത്രണം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വികേന്ദ്രീകൃത ആസൂത്രണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഡീസെൻട്രലൈസേഷൻ അല്ലെ? അതായത് നമുക്കിതൊരു ടോപ്പ് ടു ബോട്ടം അപ്രോച്ച് ആണ്. അതായത് നമ്മൾ അധികാരം വികേന്ദ്രീകരിച്ച് കൊടുക്കുക, ഡീസെൻട്രലൈസ് ചെയ്യുക, അധികാരം താഴെ തട്ടിലുള്ള ആളുകൾക്ക് കൊടുക്കുക. അതായത് നമുക്കിപ്പോ പഞ്ചായത്തുകൾക്ക് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് അവർക്ക് അധികാരം കൊടുക്കാം. അപ്പൊ അതിനുള്ള ഏറ്റവും താഴ്ന്ന ലോ ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ നിൽക്കുന്ന സംവിധാനമാണ് ഗ്രാമസഭ. ഇപ്പൊ നമ്മൾ ഗ്രാമസഭയിൽ ആളുകൾ പോകുന്നു. ഇപ്പൊ ഗ്രാമസഭയിൽ വെച്ചിട്ട് ചിലപ്പോൾ പല അപേക്ഷകൾ ഉണ്ടാവും. അപ്പൊ ഏതൊക്കെ ആളുകൾക്ക് വീട് കൊടുക്കാൻ അർഹരാണ്, അല്ലെങ്കിൽ ആരൊക്കെ BPL ആവണം, APL ആവണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റോട്ടിലെ കുഴികൾ അടയ്ക്കണം, നമുക്ക് പാർക്ക് വേണം, കുളം നവീകരിക്കണം, സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ നമ്മുടെ വികസന ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ അവിടെ ഉന്നയിക്കുന്നു. അപ്പൊ ജനങ്ങൾ തന്നെ ജനങ്ങളുടെ കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാനും അഭിപ്രായം പറയാനൊക്കെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഗ്രാമസഭകളിൽ നിന്നൊക്കെ കിട്ടുന്ന അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് അത് പഞ്ചായത്ത് ബ്ലോക്കിന് കൈമാറുന്നു. ബ്ലോക്ക് അതിന്റെ കീഴിലുള്ള എല്ലാ പഞ്ചായത്തുകളുടെ ആവശ്യങ്ങള് ജില്ലക്ക് കൈമാറുന്നു. ജില്ല അത് സംസ്ഥാനത്തിന് കൈമാറുന്നു. അങ്ങനെ വേണ്ട വിധം ആവശ്യമായ കാര്യങ്ങളൊക്കെ പാസ്സാക്കി അവർ ഫണ്ടുകൾ തരുന്നു. അപ്പൊ അങ്ങനെയാണ്, അതായത് മുകളിൽ നിന്ന് ഞങ്ങൾ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യിപ്പിക്കല്ല, താഴെ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ മുകളിലേക്ക് പോവാം. അപ്പൊ അതാണ് വികേന്ദ്രീകൃത ആസൂത്രണം എന്ന് പറയുന്നത്. പിന്നെ ഈ പദ്ധതി അറിയപ്പെടുന്നത് ജനകീയ പദ്ധതി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 9ാം പദ്ധതി നമുക്ക് ജനകീയ പദ്ധതി എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയ പദ്ധതി 8ാം പദ്ധതിയാണെങ്കിലും ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് എന്താണ്? 9ാം പദ്ധതിയാണ്. മനസ്സിലായോ? ജനകീയ പദ്ധതി 9ാം പദ്ധതി, ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയ പദ്ധതി 8ാം പദ്ധതിയാണ്. ഇനി ഇവിടെ പ്രാധാന്യം നൽകിയ കുറച്ച് മേഖലകളുണ്ട്. ദരിദ്രർക്ക് ഭവന നിർമ്മാണ സഹായം അല്ലെ? ദരിദ്രർക്ക് ഭവന നിർമ്മാണ സഹായം, കുട്ടികൾക്ക് പോഷകാഹാരം, ന്യൂട്രീഷ്യസ് ഫുഡൊക്കെ കൊടുക്കണം അല്ലെ? കുട്ടികൾക്ക് എന്താണ് പോഷകാഹാരം. പിന്നെ ശുദ്ധജല വിതരണം ലഭ്യമാക്കല് അല്ലെ? ശുദ്ധജല വിതരണം ലഭ്യമാക്കല്, പ്രാഥമിക ആരോഗ്യ സൗകര്യം വർദ്ധിപ്പിക്കല്, പ്രൈമറി ഹെൽത്ത് സെന്റർ ഒക്കെ ഫെസിലിറ്റീസ് നമ്മൾ വർദ്ധിപ്പിക്കുക, പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കുക, യൂണിവേഴ്സലൈസേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ. പിന്നെ ഗ്രാമങ്ങളെ മുഖ്യധാരയുമായിട്ട് ബന്ധിപ്പിക്കല്, അതായത് ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട് കഴിയാതെ അവർ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, റോഡ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ അല്ലെങ്കിൽ നഗരങ്ങളിൽ കൊണ്ടുവന്ന് വിൽക്കുവാനായിട്ട്, അങ്ങനെ ഗ്രാമങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള കുട്ടികളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വരുന്നു. അങ്ങനെ ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു പോവാതെ അവരെ നമ്മൾ എന്താണ് നഗരങ്ങളുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുക. ഇപ്പൊ നമുക്ക് റൂറൽ ഏരിയ എന്ന് അങ്ങനെ കേരളത്തിൽ അധികം പറയാൻ പറ്റില്ല. നമുക്കിപ്പോ റൂർബൻ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം അർബൻ ഏരിയയിൽ കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ നമ്മൾ ഏത് കാട്ടുമുക്കിൽ പോയാലും ഉണ്ട് അല്ലെ? മിക്കവാറും അല്ലെ? ഒരുവിധം നമുക്ക് ATM പെട്രോൾ പമ്പോ അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ട കൊച്ചു കൊച്ചു സൂപ്പർ മാർക്കറ്റുകളൊക്കെ, നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഗ്രാമങ്ങളിലൊക്കെ നമുക്ക് ഏറെക്കുറെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഗ്രാമങ്ങളൊക്കെ ഒരു നഗരത്തിലൊരു സെറ്റപ്പിലേക്ക് വന്നു അല്ലെ? തുണിക്കടകളാണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടും അല്ലെ? ഇനി ഈ പദ്ധതിയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പൊതുമേഖലാ നിക്ഷേപത്തിന്റെ പ്രാധാന്യം ആദ്യമായിട്ട് വെട്ടിക്കുറച്ചു. അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് വായിച്ചിട്ട്? പൊതുമേഖലാ നിക്ഷേപത്തിന്റെ പ്രാധാന്യം വെട്ടിക്കുറച്ചു എന്ന് പറയുമ്പോ, അതായത് ഗവൺമെന്റ് ആണ് പല കമ്പനികളും ഓൺ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഗവൺമെന്റിന്റെ ഓണർഷിപ്പ് കിട്ടണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കാര്യം നിങ്ങളുടെ ഓണർഷിപ്പിലാണ്, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള വണ്ടി, നിങ്ങളുടെ കയ്യിൽ ഗോൾഡ്, അതിന്റെ ഓണർഷിപ്പ് നിങ്ങൾക്കാന്ന് പറയണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പറ്റുക? പേര് കൊണ്ട് മാത്രമാണോ? നിങ്ങൾ കാശ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സാധന അല്ലേ? അതായത് അതിൽ പകുതിയിലധികം പൈസ നിങ്ങൾ ഇറക്കിയെങ്കിൽ അതിന്റെ ഓണർ ആരാ? നിങ്ങളാണ്. ഇത് ഇവിടെ അങ്ങനെയാണ്. അതായത് ഒരു 51% ഷെയർ ഗവൺമെന്റിന്റെ കയ്യിലാണെങ്കിൽ അതിന് നമ്മൾ പൊതുമേഖലാ സ്ഥാപനം എന്നാണ് പറയാം. അപ്പൊ മുന്നെന്ന് പറയുമ്പോൾ 100% അതിന്റെ ഷെയറുകൾ കൈയാളിയിരുന്നത് പൊതുമേഖലയായിരുന്നു. കാരണം പ്രധാനപ്പെട്ട കുറെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സെക്ടേഴ്സ് ഒക്കെ ഗവൺമെന്റ് തന്നെയാണ് ഉൽപാദനങ്ങൾ നടത്തിയിരുന്നത്. അപ്പൊ കുറേ കാര്യം നമ്മൾ പ്രൈവറ്റിന് വിട്ടുകൊടുത്തു. അങ്ങനെ പൊതുമേഖലാ നിക്ഷേപത്തിന്റെ ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രാധാന്യം നമ്മൾ കുറച്ചു. ഇപ്പൊ മോദി ഗവൺമെന്റ് ആയാലും ചെയ്യുന്നത് എന്താണ്? കുറേ അധികം പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ പ്രൈവറ്റ് ആൾക്കാർ നിക്ഷേപത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നു. ഗവൺമെന്റ് ആ സെക്ടറുകളിൽ നിന്നൊക്കെ പിന്തിരിയാണ്. ഇപ്പൊ റെയിൽവേ നമ്മൾ കുറച്ച് സ്വകാര്യവൽക്കരിച്ചു. അതുപോലെ ഇപ്പോ ഇനി സ്പേസ് റിസർച്ച് ആണെങ്കിലും നമ്മൾ അതിൻ്റെതായ കാര്യങ്ങളും കുറേയൊക്കെ നമ്മൾ പ്രൈവറ്റ് സെക്ടറിന് കൈമാറുന്നുണ്ട്. അപ്പൊ അങ്ങനെ പൊതുമേഖലാ നിക്ഷേപത്തിന്റെ പ്രാധാന്യം ആദ്യമായിട്ട് വെട്ടിക്കുറച്ച പദ്ധതി 9ാം പദ്ധതിയാണ്. കാരണം നമ്മുടെ LPG പോളിസീസ് ഒക്കെ നിലവിൽ വന്നതിന് ശേഷമുള്ള ഗ്രോത്ത് വന്നതിന് ശേഷം നമ്മൾ പൊതുമേഖലാ നിക്ഷേപത്തിന്റെ പ്രാധാന്യം വെട്ടിക്കുറയ്ക്കുന്നു. സ്വകാര്യ മേഖലയ്ക്ക് നമ്മൾ കൂടുതൽ അവസരങ്ങൾ നൽകുന്നു. ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ 2 പേര്, അംബാനി അദാനി എന്നൊക്കെ നമുക്ക് കേൾക്കാനുള്ളൂ അല്ലെ? അപ്പൊ അവരൊക്കെയാണ് ഇപ്പൊ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് എന്നൊക്കെ പറയുന്നത്
അദാനി പോർട്സ് ലിമിറ്റഡ് ആണ് അത് മാനേജ് ചെയ്യുന്നത്. അതായത് ഗവൺമെന്റിന്റെ നിക്ഷേപം നമ്മൾ കുറഞ്ഞു. നമ്മൾ റോഡുകൾ പണിയുന്നത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ സ്വകാര്യ കമ്പനികളാണ് പണിയുന്നത്. നമ്മൾ ടോൾ കൊടുത്തതിലൂടെ യാത്ര ചെയ്യുന്നു. അങ്ങനെ പൊതുമേഖല നിക്ഷേപം കുറയുന്നു. ഓക്കെ. രണ്ടാമത്തെ ആണവ പരീക്ഷണം 1998 മെയ് 11, 13 വർഷങ്ങളിൽ നടന്നു കേട്ടാ. 1998 മെയ് 11, 13 വർഷങ്ങളിൽ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ക്ലാസ് എടുത്തപ്പോ ഫസ്റ്റ് ആണവ പരീക്ഷണം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ. ഫസ്റ്റ് ആണവ പരീക്ഷണം പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് ആണവ പരീക്ഷണം ഇന്ത്യയിൽ നടന്നത് 1974 മെയ് 18-നാണ് കേട്ടോ. 1974 മെയ് 18 ഇന്ത്യയുടെ ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ്. ഓക്കെ. ഇതിന് നമ്മൾ കൊടുത്ത പേരാണ് സ്മൈലിംഗ് ബുദ്ധ എന്നൊരു പേര് നമ്മൾ കൊടുക്കുന്നത്. ബുദ്ധൻ ചിരിക്കുന്നു. ഓക്കെ. ഇതെന്താണ്? ഇന്ത്യയുടെ ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് ആണ്. ഓക്കെ. ഇത് ഇന്ദിരാഗാന്ധി കയറിയ സമയത്ത് നമ്മുടെ 5ാം ആ പദ്ധതി സമയത്ത് നടപ്പിലാക്കിയതാണ്. ഓക്കെ. നമ്മുടെ 5ാം പദ്ധതി സമയത്ത് നടപ്പിലാക്കിയതാണ്. രണ്ടാമത്തെ ആണവ പരീക്ഷണം 1998 മെയ് 11, 13 തീയതികളിൽ നടന്നു. രഹസ്യനാമമാണ് ഓപ്പറേഷൻ ശക്തി എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, 1974 നടന്ന ഒന്നാം ന്യൂക്ലിയർ ടെസ്റ്റ് നടന്നത് എവിടെയാണെന്നറിയോ നിങ്ങൾക്ക്? പൊഖ്രാനിലാണ് കേട്ടാ. പൊഖ്രാൻ എവിടെയാണ്? പൊഖ്രാൻ രാജസ്ഥാനിലാണ് കേട്ടോ. രാജസ്ഥാൻ മരുഭൂമിയിലാണ് 1974. ഇനി നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ആണവ പരീക്ഷണം 1998-ലാണ്. രഹസ്യനാമം ഓപ്പറേഷൻ ശക്തി. ഇതാ അടുത്തൊരു സംഭവം. കുടുംബശ്രീ ആരംഭിച്ചു. പരീക്ഷയ്ക്കൊക്കെ പലതവണ ചോദിക്കാറുള്ള ചോദ്യമാണ്. കുടുംബശ്രീ ആരംഭിച്ചു 1998 മെയ് 17. വർഷമടക്കം ചോദിക്കാറുണ്ട്. 98 മെയ് 17 കുടുംബശ്രീ ആരംഭിച്ചു എന്ന് പറയുമ്പോ അത് എവിടെയാണ് ഉദ്ഘാടനം ചെയ്ത് ആദ്യമായിട്ട്? നമ്മുടെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ അല്ലെ. കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ആരെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടാവുക? അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള AB വാജ്പേയി ഉദ്ഘാടനം ചെയ്തു. ഓക്കെ, മനസ്സിലായ? അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള AB വാജ്പേയി ഉദ്ഘാടനം ചെയ്തു. മനസ്സിലായോ? കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തു. ഇനി തദ്ദേശ സ്വയംഭരണ തലത്തിൽ സ്ത്രീ ഘടക പദ്ധതി വുമൻ കമ്പണന്റ് പ്രൊജക്ട് അവതരിപ്പിച്ചു. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളില് എത്ര ശതമാനം സംവരണം സ്ത്രീകൾക്ക് ഉണ്ടെന്ന് അറിയാവുന്നതൊന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ക്ലാസ്സിൽ ചോദിച്ചു. ആരും പറഞ്ഞില്ല. എന്റെ ഓൺലൈൻ കാലൊന്നും പറയാൻ പറ്റുമോ? നമുക്ക് ഇലക്ഷനൊക്കെ വരാൻ പോവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളില്. അപ്പൊ തദ്ദേശ സ്വയംഭരണ തലത്തില് എത്ര ശതമാനം സീറ്റാണ് സ്ത്രീകൾക്ക് കേരളത്തിൽ സംവരണം ചെയ്തിട്ടുള്ളത്? എനിബഡി? രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട് ഇവിടെ. രാഷ്ട്രീയത്തില് പിടിപാടുള്ള ആളുകളൊക്കെ, അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആരെങ്കിലും ഉണ്ടാ? നമുക്ക് 50% സീറ്റാണ് സ്ത്രീകൾക്ക് കേരളത്തിൽ നമ്മളിവിടെ സംവരണം ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ മത്സരിക്കുമ്പോൾ പറയും ഇതൊരു വനിതാ വാർഡാണ്, അല്ലെങ്കിൽ ഹരിജൻ വനിതയാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയും. അപ്പോ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 50% നമ്മൾ കേരളത്തില് എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സീറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ കേന്ദ്രത്തിൽ എത്ര ശതമാനാ? കേന്ദ്രത്തിൽ 1/3%, അഥവാ 33% അല്ലെ. അതായത് 3/1 കേട്ടോ. 1/3% അല്ല, സോറി, 1/3 ഭാഗമാണ് സ്ത്രീകൾക്ക് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ 33% സീറ്റുകളാണ് കേന്ദ്ര തലത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് മാറ്റിവെക്കണമെന്ന് പറയുന്നത്. സംസ്ഥാനങ്ങൾക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് 50% വരെയും സ്ത്രീകൾക്ക് സംവരണം കൊടുക്കാവുന്നതാണ്. അപ്പൊ എന്താണ് ഇത്? ഈ പദ്ധതി എന്ത് പദ്ധതിയായി? സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയായിട്ട് മാറി. പിന്നെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്താനായിട്ട് സർവശിക്ഷ അഭിയാൻ SSA 2001. SSA നിങ്ങളിങ്ങനെ വലിയ മധുരമൊക്കെ ഇങ്ങനെ SSA എന്നൊക്കെ എഴുതുന്ന കുട്ടികളെ പടമൊക്കെ വരച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. പക്ഷെ ഇവിടുത്തെ 90s കിഡ്സ് എന്ന് പറയുന്ന, അതായത് 85-നും 95-നും ഇടയിലുള്ള ആൾക്കാരൊക്കെ DPP-യുടെ കുട്ടികളായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് വന്ന ആൾക്കാര് ഒക്കെ സർവശിക്ഷ അഭിയാൻ അല്ലെ. ഇവിടെ CBSE-കാർക്കല്ല ഞാൻ പറഞ്ഞ സ്റ്റേറ്റ് സിലബസ് കുട്ടികളൊക്കെ സർവശിക്ഷ അഭിയാൻ SSA 2001 വന്നതാണ്. ഇതിനെ കുറിച്ചിട്ട് മേ ബി നിങ്ങൾക്ക് കേട്ടുപരിചയം ഉണ്ടാവും. ഓക്കെ. ഇനി ഭീകരവാദം തടയുന്നതിനായിട്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് പോട്ട പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട്. വർഷം നോക്കുക, 2002 മാർച്ച് 28. ദെൻ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ
1999 ഈ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകൃതമായെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? 9ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ബാലികാ സമൃദ്ധി യോജന 1997. അന്ത്യോദയ അന്നയോജന പദ്ധതി എന്നാണ്? AAY 2000 ഡിസംബർ 25 കേട്ടാ. അപ്പൊ 2000 ഡിസംബർ 25. നമ്മളറിയാം AAY എന്ന് പറയുമ്പോൾ അന്ത്യോദയ അന്നയോജന പദ്ധതി നമ്മൾ അതിദരിദ്രർക്ക് കൊടുക്കുന്നതാണ്. അതായത് നമ്മുടെ വീടുകളിൽ മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്കാണ് എനിക്ക് തോന്നുന്നു 30 മുതൽ 35 കിലോ വരെ ഭക്ഷ്യധാന്യങ്ങൾ ഫ്രീ ആയിട്ട് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടും. അപ്പോ ഇത് 2000 ഡിസംബർ 25 ഈ പദ്ധതി നടപ്പിലാക്കിയത്. മോദി ഗവൺമെന്റ് കയറി കഴിയുമ്പോൾ ഡിസംബർ 25 ഒരു ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അതാണ് നാഷണൽ ഗുഡ് ഗവേണൻസ് ഡേ അഥവാ ദേശീയ സദ്ഭരണ ദിനം. മനസ്സിലായോ? അതായത് AB വാജ്പേയിയുടെ ജന്മദിനമാണ് അന്ന്. ഡിസംബർ 25 ക്രിസ്മസ് ഡേ ആണ്. അപ്പോ നാഷണൽ ഗുഡ് ഗവേണൻസ് ഡേ അല്ലെ? എന്താണ്? ദേശീയ സദ്ഭരണ ദിനമായിട്ട് ഡിസംബർ 25 മോദി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. AAY നിലവിൽ വന്ന് 2000 ഡിസംബർ 25 അടുത്ത പദ്ധതിയാണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. പിന്നെതാ സമഗ്ര ആവാസ് യോജന, വീണ്ടും ഭവന പദ്ധതിയാണ്. പിന്നെ സ്വർണ്ണ ജയന്തി സഹാരി റോസ്ഗാർ യോജന വന്നിട്ടുണ്ട്. സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജനയുണ്ട്. വാൽമീകി അംബേദ്കർ ആവാസ് യോജനയുണ്ട്. നമ്മൾ ലക്ഷ്യമിട്ടത് 6.5% വളർച്ചാ നിരക്കാണ്. എന്നാൽ നേടിയത് 5.4% വളർച്ചയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 9ാം പദ്ധതിയിൽ പഠിച്ചത്. 9ാം പദ്ധതിയിൽ കുറെ കാര്യം വന്നിട്ടുണ്ട്. നമ്മൾ 2ാമത്തെ ആണവ പരീക്ഷണം അല്ലെ, കുടുംബശ്രീ, സ്ത്രീ ഘടക പദ്ധതി, SSA, പോട്ട ആക്ട്, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, IRDAI ഫുൾ ഫോം പഠിച്ചോളാം, അന്ത്യോദയ അന്നയോജന അല്ലേ. ഓക്കെ, ഇതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട പദ്ധതികളാണ് 8ാം പദ്ധതിയിൽ. എന്തെങ്കിലും സംശയം ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അടുത്ത പദ്ധതി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം കേട്ടോ.